ഹലോ എവരി വൺ. നമ്മളിന്ന് യൂണിറ്റ് 3 ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോഷ്യൽ, ഹ്യൂമൻ ആൻഡ് ജെൻഡർ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ബ്ലോക്ക് 1-ലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, ഇപ്പൊ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ അത് എക്കോണമിക്കലി ഉള്ള ഡെവലപ്മെന്റ് ആവും, അല്ലെങ്കിൽ സോഷ്യലി ഉള്ള ഡെവലപ്മെന്റ് ആവും. പക്ഷെ ഡെവലപ്മെന്റിന് ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന പോലെയല്ല ഡെവലപ്മെന്റിനെ വേറൊരാൾ കാണാം. അപ്പം അതുപോലെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡെവലപ്മെന്റിനെ പറ്റി നേരത്തെ പറഞ്ഞ പോലെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പലർക്കും പല വിധത്തിലാ അല്ലെ. ഇപ്പം നമ്മള് ചില സ്ഥലത്തൊക്കെ എന്താണ്, മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു എക്കോണമിക് വെൽബീയിങ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫിനാൻഷ്യലി അവർക്ക് നല്ല രീതിയിലുള്ള വരുമാനങ്ങളുണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, എക്കോണമിക്കലി നല്ല രീതിയിലാണെങ്കിൽ എന്താണ്, അതിനെ ഒരു ഡെവലപ്മെന്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചിലവരെന്താണ് പറയാ, വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു കാര്യങ്ങളെ ഡെവലപ്മെന്റ് ആയിട്ട് കാണുന്നുണ്ട്. ഡെവലപ്മെന്റിന് പല രീതിയിലുള്ള പെർസ്പെക്റ്റീവുകൾ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ പ്രൊഡക്ഷനും കൺസപ്ഷനും മാത്രമല്ല, പക്ഷെ എന്താണ്, ആളുകളുടെ അവരുടെ നീഡുകൾ, അവരുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടെന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ എക്കോണമിക്കലി മാത്രം അവർ വളർന്നു, പക്ഷെ അവരുടെ ആളുകളുടെ ആവശ്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ ഡെവലപ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ എന്താണ്, ആളുകൾക്ക് നല്ല രീതിയിലുള്ള ആളുകളുടെ നീഡുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ ആ ഒരു സൊസൈറ്റിയിൽ, അങ്ങനെയാണെങ്കിൽ ആ ഒരു സൊസൈറ്റി ഡെവലപ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നമ്മൾ ഡെവലപ്മെന്റിൽ നോക്കുമ്പോൾ ഡെവലപ്മെന്റിന് കുറേ വിഷൻസ് ഉണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള വിഷനിൽ നിന്ന് ആളുകൾ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് സോഷ്യോളജിക്കലി നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. അപ്പൊ ആദ്യത്തേതാണ് ഡെവലപ്മെന്റ് ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. അതായത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ പേഴ്സണാലിറ്റിയുടെ എക്സ്പ്രഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഡഡ്ലി സീസ് എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹം ആളുകളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള, അദ്ദേഹം എന്ത് ചെയ്തു, ഒരുപാട് ഒപ്പീനിയനുകളുണ്ട് ഡെവലപ്മെന്റിനെ പറ്റി. ആളുകൾക്ക് പല വിധത്തിലുള്ള ഒപ്പീനിയൻ ഉണ്ട്. ചിലർ പറയുന്നു കൺസപ്ഷൻ നല്ല രീതിയിൽ, പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അത് ഡെവലപ്മെന്റ് ആണ്. ചിലർ പറയുന്നു വേറെ എന്തെങ്കിലും, ഇപ്പൊ സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഡെവലപ്ഡ് ആണ്. പല തരത്തിലുള്ള ഐഡിയാസും പറയുന്നുണ്ട്. പക്ഷെ അക്കോർഡിംഗ് ടു ഡഡ്ലി സിയേഴ്സ് അവർ പറയുന്നത്, നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന് അതിന് കുറച്ച് ഗോളൊക്കെ അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. ഈ ഗോളൊക്കെ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ, ആ ഒരു ആളുകൾ ഡെവലപ്ഡ് ആണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി ഡെവലപ്ഡ് ആണെന്ന് നമ്മൾ പറയൂന്ന് പറയുന്നുണ്ട്. അപ്പൊ അക്കോർഡിംഗ് ടു സീസിന്റെ ഫസ്റ്റത്തതാണ് ദ കപ്പാസിറ്റി ടു ഒബ്റ്റെയിൻ ഫിസിക്കൽ നെസസിറ്റീസ്, പെർട്ടിക്കുലർലി ഫുഡ്. അതായത് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിസിക്കൽ നെസസിറ്റീസുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവിടെ എല്ലാവർക്കും, ആ സൊസൈറ്റിയിൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഫുഡ് ലഭിക്കുന്നുണ്ടോ, അവിടെ പോവേർട്ടി ഇല്ലാത്ത ഒരു സൊസൈറ്റി ആണോ അത്, പോവേർട്ടി ഇല്ല, എല്ലാവർക്കും ഒരുപോലെ അവരുടെ നീഡുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സൊസൈറ്റി ഡെവലപ്ഡ് ആണെന്നാണ് സീസിന്റെ ആദ്യത്തെ ഗോൾ പറയുന്നത്. രണ്ടാമത്തെ എന്താ പറയുന്നത്, നല്ലൊരു ജോലി വേണം. അത് പെയ്ഡ് ആവണമെന്നൊന്നുമില്ല, പെയ്ഡ് പൈസ കിട്ടുന്ന ജോലി ആവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അത് പഠിക്കുന്ന കാര്യമാവാം, അല്ലെങ്കിൽ ഫാമിലിയിൽ നിൽക്കുന്നതാവാം, അല്ലെങ്കിൽ വീട് കീപ്പ് ചെയ്യുന്നതാവാം, എന്തും ആയിക്കോട്ടെ ഒരു ജോലി വേണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്, പെയ്ഡ് എംപ്ലോയ്മെന്റ് അല്ല, പൈസ കിട്ടുന്ന രീതിയിലുള്ളതല്ല. അപ്പൊ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ സ്റ്റഡിങ്ങിനൊക്കെ ഒരു ജോബ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, കാരണം എന്താണ്, അതൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലേ. പഠിക്കുന്നു, വീട്, ഹൗസ് കീപ്പ് ചെയ്യുന്നതൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്, ഓവറോൾ ഡെവലപ്മെന്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഒരു ജോബ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ്, ഡെവലപ്മെന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്.
പിന്നെന്താ പറയാ, നല്ല ഈക്വാലിറ്റി വേണം. എല്ലാ രീതിയിലുള്ള ഈക്വാലിറ്റി, എല്ലാവരും തുല്യരായിട്ട് നമ്മൾ കാണണം എന്ന് പറയുന്നുണ്ട്. വി ഷുഡ് ബി കൺസിഡേർഡ് ആസ് ആൻ ഒബ്ജക്റ്റീവ് ഇൻ ഇറ്റ്സ് ഓൺ റൈറ്റ് എന്നാണ് പറയുന്നത്. അടുത്ത എന്താണ്, ഗവൺമെന്റിൽ നമ്മൾ നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഗവൺമെന്റിൽ നല്ല രീതിയിലുള്ള എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഗവൺമെന്റിൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നാഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. എക്കോണമിക്കലി ഒക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു നാഷൻ ആയിരിക്കണം നമ്മളുടേത്. ആരെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാവരുത്. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ എല്ലാവരും ലിറ്ററസി ഉണ്ടാവണം. നല്ല എഡ്യൂക്കേഷണൽ ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. അവിടെ നിരക്ഷരരൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ഒരു ഡെവലപ്മെന്റ് സൊസൈറ്റി ആണെന്നാണ് ഡഡ്ലി സിയേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അവരുടെ ഒരു കുറച്ച് ഈ ഒരു ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൊസൈറ്റി ഡെവലപ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തതാണ് ഡേവിഡ് കോട്ടൻസിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഒതന്റിക് ഡെവലപ്മെന്റ്. അപ്പൊ അദ്ദേഹവും ഈ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ബേസിസിൽ 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. 3 പ്രിൻസിപ്പിൾസ് കറക്റ്റ് ആണെങ്കിൽ ആ ഒരു സൊസൈറ്റീനെ നമ്മൾ ഓതന്റിക് ഡെവലപ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താണ് ഓതന്റിക് ഡെവലപ്മെന്റ് എന്നുള്ളത്? 3 കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഓതന്റിക് ഡെവലപ്മെന്റില്. ജസ്റ്റിസ് വേണം, അവിടെ സസ്റ്റൈനബിലിറ്റി വേണം, ഇൻക്ലൂസീവ്നെസ് വേണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഓതന്റിക് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതായത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ജസ്റ്റിസ് ഉണ്ടാവണം. ഓക്കെ, എല്ലാവർക്കും ഒരേപോലെയുള്ള അവകാശങ്ങൾ ഉണ്ടാവണം. ഓക്കെ, എല്ലാവർക്കും, എല്ലാ ഹ്യൂമൻസിനും ഒരേപോലെയുള്ള പ്രയോറിറ്റി കൊടുക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നല്ല രീതിയിലുള്ള ജസ്റ്റിസ് നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് സസ്റ്റൈനബിലിറ്റി വേണം. നമ്മൾ തന്നെ നമ്മുടെ റിസോഴ്സസ് നമ്മൾ തന്നെ അത് ഉപയോഗിച്ച് തീർക്കാതെ അടുത്ത ഫ്യൂച്ചർ ജനറേഷനിലേക്കും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്ഡ് ആണ്, ഒതന്റിക് ഡെവലപ്ഡ് ആണെന്നാണ് ഡേവിഡ് കോട്ടൻസ് പറയുന്നത്. അടുത്ത എന്താ, ഇൻക്ലൂസീവ്നെസ് വേണം. എല്ലാ ഓപ്പർച്യൂണിറ്റിയും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരെയും എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സൊസൈറ്റിയൽ ഡെവലപ്മെന്റ് നമ്മൾ കൊണ്ടുവരാം. അപ്പൊ ഇൻക്ലൂസീവ്നെസ് വേണമെന്നാണ് അടുത്ത ക്രൈറ്റീരിയ ആയിട്ട് ഒതന്റിക് ഡെവലപ്മെന്റിൽ പറയുന്നത്. അപ്പം ഡേവിഡ് കോട്ടന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് 3 കാര്യങ്ങളാണ് ഒതന്റിക് ഡെവലപ്മെന്റിന് വേണ്ടത്. നല്ല രീതിയിലുള്ള ജസ്റ്റിസ് വേണം, സസ്റ്റൈനബിലിറ്റി വേണം, പിന്നെന്താണ്, ഇൻക്ലൂസീവ്നെസ് വേണം. ഇനി മാൻഫ്രെഡ് എ മാക്സ് നീവ്സിന്റെ ഹ്യൂമൻ സ്കെയിൽ ഡെവലപ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഒരു ചിലിയൻ എക്കോണമിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിൻ്റെതാണ് ഹ്യൂമൻ സ്കെയിൽ ഡെവലപ്മെന്റ് എന്ന് പറയും. ഓക്കെ, ഹ്യൂമൻ സ്കെയിൽ ഡെവലപ്മെന്റ്, അതായത് ഇതൊരു റെസ്പോൺസ് ആണ് എന്തിനോട്, ട്രഡീഷണൽ എക്കോണമിക് ഗ്രോത്ത് മോഡലിന്റെ ഒക്കെ ഒരു റെസ്പോൺസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, അതായത് അദ്ദേഹത്തിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഹ്യൂമൻ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരുന്നു അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് മാൻഫ്രെഡ് എ മാക്സ് നീഫ് എന്ന് പറയുന്ന ചിലിയൻ എക്കോണമിസ്റ്റ് ആണ് ഈ ഒരു ഹ്യൂമൻ സ്കെയിൽ ഡെവലപ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ മോഡലിനനുസരിച്ച് കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഹ്യൂമൻ സ്കെയിൽ ഡെവലപ്മെന്റിലേക്ക് വരുമ്പോൾ ആദ്യത്തേതാണ് ഓട്ടോണമി പ്ലാനിങ്. അതായത് കമ്മ്യൂണിറ്റി നല്ല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാം. എന്താണ്, എല്ലാവർക്കും പവർ വരുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി ഷുഡ് ഹാവ് ദ പവർ ടു പ്ലാൻ ദെയർ ഓൺ ഡെവലപ്മെന്റ്. ഏത് കമ്മ്യൂണിറ്റിയിലാണോ നമ്മൾ, അവർക്ക് തന്നെ ഒരു പവർ ഉണ്ടാവണം അവിടെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ. അത് വേറെ സ്ഥലത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് എന്താണ്, സെൽഫ് റിലയൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ദ ഗോൾ ഈസ് ടു ഇൻക്രീസ് എ കമ്മ്യൂണിറ്റി എബിലിറ്റി ടു പ്രൊവൈഡ് ഫോർ ഇറ്റ് സെൽഫ്. അതായത് അവർക്ക് അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, ആ ഒരു എബിലിറ്റി അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അടുത്തത് എന്താണ്, ബാലൻസ്ഡ് ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്. അതായത് ഹാർമോണിയസ് ആയിട്ടുള്ള ബാലൻസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാം. ആരൊക്കെ തമ്മിലാണ്, ബിറ്റ്വീൻ പീപ്പിൾ, നേച്ചർ ആൻഡ് ടെക്നോളജി. ആളുകള്, പ്രകൃതി, ടെക്നോളജി ഒക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ബാലൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ, അടുത്തതാണ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ബാലൻസ്. അതായത് ഹെൽത്തി ആയിട്ട് ഇൻഡിവിജ്വലും അതുപോലെ എന്താണ് ഇൻഡിവിജ്വൽ വെൽബീയിങ്ങും അവരുടെ നീഡ്സ് സൊസൈറ്റിയുടെ ആവശ്യങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബാലൻസ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പേഴ്സണൽ കാര്യം സോഷ്യൽ കാര്യം രണ്ടാണല്ലേ. പേഴ്സണലി അദ്ദേഹത്തിന് എന്താണ് ഇൻഡിവിജ്വലിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അവരുടെ ഇന്ററാക്ഷൻസ് ഉണ്ടാവും, അവരുടെ ജോലി ഉണ്ടാവും, ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ സോഷ്യലി എന്താണ്, സോഷ്യലി അവർക്ക് വേറെ ഒരുപാട് നീഡ് ഉണ്ടാവുക. പേഴ്സണലി സോഷ്യലി ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ ബാലൻസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. അതുപോലെ തന്നെ സിവിൽ സൊസൈറ്റി അവർ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം, സ്റ്റേറ്റ് കൊളാബറേഷൻ ഒക്കെ നല്ല രീതിയിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തതാണ് എമർജൻസ് ഓഫ് ഗ്ലോബൽ പ്രോസസ് അലോങ് സൈഡ് ലോക്കൽ ആക്ടിവിറ്റീസ് എന്നുള്ളത്. ഓക്കെ, ഗ്ലോബൽ പ്രോസസ്സിന്റെ ഒക്കെ ഒരു എമർജൻസ് കൊണ്ടുവരിക, ലോക്കൽ ആക്ടിവിറ്റീസിന് പുറമെ എന്താണ് ഗ്ലോബൽ പ്രോസസ്സിനൊക്കെ ഒരു എമർജൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ആണ് നമ്മൾ ഡെവലപ്മെന്റിനെ പറ്റി പറയുമ്പോൾ അടുത്ത ഒരു ഇതിൽ പറയുന്നതാണ്, അടുത്തൊരു വിഷനിൽ പറയുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പീപ്പിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഡെവലപ്മെന്റ് വേണ്ടതെന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ആളുകൾക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ട്, അവിടുത്തെ ആളുകൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ട്, ആ സൊസൈറ്റിയിൽ ഡെവലപ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള ഡെവലപ്മെന്റാ വേണ്ടത്? ഓട്ടോണമി ആൻഡ് ഡൈവേഴ്സിറ്റി വേണം. അതായത് ആളുകൾ ഡൈവേഴ്സിറ്റി, പല സ്ഥലത്തു നിന്ന് വരുന്ന ആളുകളാണ്, പല നാടുകളിൽ നിന്ന് വരുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് എന്താണ്, അവർക്ക് ആ ഒരു ലോക്കൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക, അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക, ആ ഒരു ഡൈവേഴ്സിറ്റിനെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അവർക്ക് ഓട്ടോണമസ് ആയിട്ടുള്ള ആക്ഷൻസിനൊക്കെ അലോ ചെയ്യാം. ആ ഒരു ഡൈവേഴ്സിറ്റി, പല തരത്തിലുള്ള പല വിധത്തിലുള്ള പല കൾച്ചറിലുള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ മോശമായിട്ടൊന്നും കാണാതെ ആ ഡൈവേഴ്സിറ്റിനെ അക്സെപ്റ്റ് ചെയ്യുക, ഡൈവേഴ്സിറ്റിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഡൈവേഴ്സിറ്റിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റി ആണെങ്കിൽ നമ്മൾ ഡെവലപ്മെന്റ് ഉണ്ടെന്ന് പറയാം. അടുത്തതാണ് ബോട്ടം അപ്പ് വേഴ്സസ് ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത്. അതായത് ട്രഡീഷണൽ ഡെവലപ്മെന്റിൽ എന്താണ്, ട്രഡീഷണൽ സൊസൈറ്റി എന്താണ്, ടോപ്പ് ഡൗൺ ആണ്. അതായത് അതോറിറ്റീസ്, ഹയർ പൊസിഷനിലുള്ള ആളുകൾ ഡിസിഷൻ എടുക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള ആളുകൾ അത് അനുസരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഹ്യൂമൻ സ്കെയിലിലേക്ക് വരുമ്പോൾ എന്താണ്, ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. അതായത് അവിടെയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, അതോറിറ്റീസ് ഒക്കെ ഏറ്റവും താഴെ നിൽക്കുന്ന പോലെ താഴെ നിന്ന് മുകളിലേക്കുള്ള ഒരു അപ്രോച്ചാണ് ഹ്യൂമൻ സ്കെയിൽ ഡെവലപ്മെന്റ്. അപ്പൊ അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ അത് ഡെവലപ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല അല്ലെ, എപ്പോഴും അതോറിറ്റീസ് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരികയാണ്, അതോറിറ്റീസ് ആണ് പവർ ഉള്ളത്. ഈ ഒരു രീതിയിലുള്ള സൊസൈറ്റി ഒക്കെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. അടുത്ത എന്താ, ഡെമോക്രസിയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഡെമോക്രസിയിൽ ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ, ഡയറക്റ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടെന്ന് പറയാം. പിന്നെന്താണ്, ഷിഫ്റ്റ് ഇൻ ഗവൺമെന്റ് റോൾ. ഗവൺമെന്റിന്റെ റോൾ എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള റോളിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ലൊരു ഫെസിലിറ്റേറ്റർ ആയിട്ട് നിൽക്കുക, ആളുകളെ സഹായിക്കുക, ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുക, അവരുടെ ആവശ്യം നേരത്തെ അവരെ സഹായിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഗവൺമെന്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഡെവലപ്ഡ് കൺട്രി ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ഉള്ള ഒരു സൊസൈറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത എന്താണ്, നല്ല രീതിയിലുള്ള എംപവർമെന്റ് കൊണ്ടുവരിക, ആളുകൾക്ക് എന്താണ് പവർ, റിസോഴ്സസ്, കോൺഫിഡൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവുക. നല്ല രീതിയിലുള്ള ഒരു എംപവർമെന്റ് സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ, ഓക്കെ, എസ്പെഷ്യലി വുമണിനൊക്കെ നല്ല രീതിയിലുള്ള എംപവർമെന്റിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ഡെവലപ്മെന്റ് ഉള്ള ഒരു സൊസൈറ്റി ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പീപ്പിൾ ഡെവലപ്മെന്റിൽ വരുന്നത്. അപ്പൊ ഇത്രയും പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ്, ഓട്ടോണമി ആൻഡ് ഡൈവേഴ്സിറ്റി, ബോട്ടം അപ്പ് വേഴ്സസ് ടോപ്പ് ഡൗൺ, പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി, ഷിഫ്റ്റ് ഇൻ ഗവൺമെന്റ് റോൾ, എംപവർമെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡെവലപ്ഡ് സൊസൈറ്റി ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അടുത്തതാണ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ മാസസ്. അതായത് നാഷണൽ എക്കോണമീസിലും ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളുടെ എക്കോണമി, സമ്പദ് വ്യവസ്ഥയൊക്കെ നോക്കിയാലും അവിടെ ആർക്കാണ് കൂടുതൽ പവർ? അവിടെ ഉള്ളവർ തന്നെ. ഇപ്പൊ നമ്മൾ അംബാനി, ഇപ്പൊ അങ്ങനത്തെ അദാനി അതുപോലെയുള്ള ആളുകൾ എന്താണ്, എല്ലാ സാമ്പത്തിക കാര്യങ്ങളായിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ അവർക്കാണ് കൂടുതൽ പവർ. ഇപ്പൊ ഉള്ളവന് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ മാർക്കറ്റൊക്കെ ഇങ്ങനത്തെ ആളുകളാണ് കൈവശം വെച്ചിരിക്കുന്നത്. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഇതിൽ നിന്ന് മാറ്റി നിർത്താണ്.
അതുകൊണ്ട് തന്നെ എന്താണ്, എക്കോണമിക്കലി അവർക്ക് നല്ല പവർ ഉള്ളതുകൊണ്ട്, സാമ്പത്തികപരമായി അവർക്ക് നല്ല പവർ ഉള്ളതുകൊണ്ട്, പൊളിറ്റിക്കലിയും അവർക്ക് എന്താണ് നല്ല ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ അവർക്ക് പവർ ഉണ്ട് അല്ലെ. ബാക്കിയുള്ള ആളുകളൊക്കെ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയാണല്ലേ. ബാക്കിയുള്ള ഒരു 98% ആളുകൾ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയാണ്. കാരണം എന്താ, അവർക്ക് എക്കോണമിക് പവർ ഇല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് പൊളിറ്റിക്കൽ പവർ ഇല്ല. നമുക്ക് സൊസൈറ്റിയിൽ നോക്കിയാൽ മനസ്സിലാവും, എക്കോണമിക്കലി നല്ല പവർ ഉള്ള ആളുകൾ, സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകളുടെ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ ഒക്കെ വെക്കുകയാണെങ്കിൽ അവിടെ പൊളിറ്റീഷ്യൻസ് ഉണ്ടാവും, ബാക്കിയുള്ള എക്കോണമിക്കലി മുന്നിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് എക്കോണമിക്കലി എന്താണ് മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പൊളിറ്റീഷ്യന്മാരൊക്കെ വരുന്നത്? അപ്പൊ അവർക്ക് കൂടുതൽ വോയിസ് ഉണ്ട്, അവർക്ക് എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ കുറെ ആളുകൾ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എന്തിലേക്കാ ലീഡ് ചെയ്യുന്ന, ഒരു ഒലിഗാർക്കി ഉണ്ടാവുന്നു. ഒലിഗാർക്കി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു പവർഫുൾ ഗ്രൂപ്പ് നമ്മളുടെ ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ലേ നമ്മുടെ സൊസൈറ്റി നോക്കുകയാണെങ്കിലും കൂടുതൽ പൈസ ഉള്ള ആൾക്കാർ, കൂടുതൽ എക്കോണമിക്കലി മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ, അവരൊക്കെയാണ് മൊത്തത്തിൽ നമ്മുടെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത്, ഗവൺമെന്റ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഗവൺമെന്റ് കേൾക്കേണ്ടി വരിക പലപ്പോഴും. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു ഒലിഗാർക്കിയിലേക്ക് നമ്മൾക്ക് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെന്താ പറ്റുക, പബ്ലിക് പാർട്ടിസിപ്പേഷൻ, സാധാരണ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ കുറയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഗവൺമെന്റ് നമ്മൾ പക്ഷെ ഇങ്ങനെയൊന്നും അല്ല, നമുക്ക് വെൽത്ത് ഒക്കെ എല്ലാവർക്കും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് നോക്കിയാലും എന്താണ്, ഇതൊരിക്കലും നടക്കുന്നില്ല. കാരണം എന്താണ്, ഈ എല്ലാ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് ഈ മൈനോറിറ്റി ആയിട്ടുള്ള കുറച്ചുള്ള ആളുകളാണെങ്കിലും എന്താണ്, ബാക്കിയുള്ള ആളുകളിലേക്കൊന്നും ഒരു റിസോഴ്സസും എത്തുന്നില്ല. എല്ലാ ആക്സസും ലിമിറ്റഡ് ആണ്, പവർഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് എല്ലാം കൈവശം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാഷണൽ ഡെവലപ്മെന്റ് അജണ്ടയിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് മാത്രമാണ് പവർ ഉള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നുണ്ട്, നമ്മളുടെ ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, focusing on the masses means recognizing that there are many different paths to development, human-centered development and integrated development. ഓക്കെ, അതുപോലത്തെ ഡെവലപ്മെന്റ് ഒക്കെ നമുക്ക് വേണമല്ലേ, ഹ്യൂമൻ സെന്റേർഡ് ആയിരിക്കണം. നമ്മൾ പൈസ ഉള്ളവരെ മാത്രം അല്ലെങ്കിൽ എക്കോണമിക്കലി മുന്നിൽ നിൽക്കുന്നവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഡെവലപ്മെന്റ് തുടങ്ങാതെ, അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ എല്ലാരെയും കോൺസെൻട്രേറ്റ് ചെയ്യാം, മനുഷ്യന്മാരെ കോൺസെൻട്രേറ്റ് ചെയ്യാം, എല്ലാവർക്കും ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഡെവലപ്മെന്റ് കൊണ്ടുവരിക, എല്ലാവരും ഒരുമിപ്പിച്ച് ഇൻക്ലൂസീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, നർച്ചറിങ് ഡൈവേഴ്സിറ്റി എന്നാ പറയാ. അതായത് ഹ്യൂമൻ സ്കെയിൽ ഡെവലപ്മെന്റിന്റെ ഒരു ചലഞ്ചാണ് നർച്ചറിങ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും ഹോണർ ചെയ്യുക, അതുപോലെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതെന്തൊക്കെയാണ്, ഡെവലപ്മെന്റ് പ്രോസസ് ഷുഡ് ബി ഡിസൈൻ ടു ഹോണർ ആൻഡ് യൂട്ടിലൈസ് the unique qualities and perspective of different countries. This involves creating systems that are flexible and respectful of local culture, tradition, and way of life, allowing them to thrive and contribute a more comprehensive സസ്റ്റൈനബിൾ ഫോം ഓഫ് പ്രോഗ്രസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതായത് എന്താണ്, എല്ലാ ഡൈവേഴ്സിറ്റീനെ നർച്ചർ ചെയ്യുക എന്നുള്ളതാണ്, ഡൈവേഴ്സിറ്റീനെ വളർത്തിക്കൊണ്ട് വരിക. പലർക്കും പല രീതിയിലുള്ള കൾച്ചറാവും, നമുക്ക് ലോക്കൽ കൾച്ചറാവും ഉണ്ടാവുക, പക്ഷെ അതിനൊന്നും മാറ്റി നിർത്താതെ എല്ലാരെയും ഒരുമിപ്പിച്ച് കൊണ്ടുവരിക, എല്ലാവരുടെ കോൺട്രിബ്യൂഷൻസും എന്താണ് സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് വേണം, സൊസൈറ്റിയുടെ പ്രോഗ്രസിന് വേണം എന്നുള്ളതാണ് അടുത്തൊരു ഡെവലപ്മെന്റിന്റെ ഐഡിയ ആയിട്ട് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സൊസൈറ്റി നമുക്ക് ഡെവലപ്ഡ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതാണ് ഡെവലപ്മെന്റ് ആസ് ആൻ ഓപ്പൺ ആക്സസ്. അതായത് ഹോളിസ്റ്റിക് ആയിട്ട് ഹ്യൂമൻ സെന്റേർഡ് ആയിട്ട് നമ്മൾ ഡെവലപ്മെന്റ് കൊണ്ടുവരണം. അതായത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വെറുതെ നമ്മളുടെ എക്കോണമിക് ഗ്രോത്തും അതുപോലെ നല്ല ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും അങ്ങനെയൊന്നും അല്ല അല്ലെ. കോംപ്രിഹെൻസീവ് ആയിട്ട് മൊത്തത്തില് ആളുകളുടെ വെൽഫെയറിന് വേണ്ടി സഹായിക്കുന്ന രീതിയിലുള്ളതാവണം. അതുപോലെ തന്നെ ഇതിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താണ്, ആളുകൾക്ക് ഡെവലപ്പ് ചെയ്യുക, ഓക്കെ, സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാവണം അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ എന്താണ്, നല്ല രീതിയിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അപ്രോച്ചോട് കൂടിയിട്ട് എന്താണ് സൊസൈറ്റി മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, സോ ഓപ്പൺ ആൻഡ് അഡാപ്റ്റബിൾ ആവണം. ഡെവലപ്മെന്റ് ആസ് ആൻ ഓപ്പൺ ഓപ്ഷൻ, മീനിങ് it is not tied to a single predetermined path. It should be adaptable and justifiable only if people understand it, need it, and can integrate it into their lives. The flexible
approach acknowledges the both people and their environment are in constant motion. അതായത് നമ്മളുടെ സൊസൈറ്റി എന്ന് പറയുന്നത് അവിടെ ഓപ്പൺ ആയിട്ട് അഡാപ്റ്റബിൾ ആയിട്ട് പോവാന്നുള്ളതാണ്. ഓക്കെ, അതായത് എന്താണ് കുറച്ചുകൂടി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവരുടെയും ആവശ്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇതിൽ പറയുന്നത്. അടുത്ത എന്താ ഇതാ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നുണ്ട് അല്ലെ. സൊസൈറ്റി എന്ന് പറയുന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്താ ഇന്റഗ്രേറ്റഡ് ആയിട്ട് എക്കോണമിക്കലി സോഷ്യലി എല്ലാ രീതിയിലും ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ടുവരണം. അതായത് അവിടെ എക്കോണമിക് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യണം, സോഷ്യൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ല ഒരു സൊസൈറ്റി ഡെവലപ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ എക്കോണമിക്കലി ഉള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ? സോഷ്യലി ഉള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ആ ഒരു രീതിയിൽ സൊസൈറ്റി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അഡ്രസ് ചെയ്യാന്നുള്ളതാണ്. പോവേർട്ടി ആയിക്കോട്ടെ, ഹങ്കർ ആയിക്കോട്ടെ, എൻവയോൺമെന്റൽ ഡീഗ്രേഡേഷൻ, അൺഎംപ്ലോയ്മെന്റ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളെയും അഡ്രസ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ ആളുകളുടെ ബേസിക് നീഡ്സിനെ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ എന്താ പറയുന്ന ആളുകൾക്ക് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഹ്യൂമൻ സെക്യൂരിറ്റി നോക്കാന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് സസ്റ്റൈനബിലിറ്റി, നമ്മൾ കോംപ്രമൈസ് ഫ്യൂച്ചറിനെ നമ്മൾ അടുത്ത ജനറേഷനിലേക്ക് നമ്മൾ റിസോഴ്സസ് മാറ്റി വെക്കുക വിത്തൗട്ട് കോംപ്രമൈസിങ്. എന്താണ് കോംപ്രമൈസ് ചെയ്യാതെ നമ്മൾ എന്താണ് അടുത്ത ജനറേഷനിലേക്ക് നമ്മൾ റിസോഴ്സസ് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതുപോലെ ഹ്യൂമൻ സെക്യൂരിറ്റി ഉണ്ടാക്കണം. അതായത് ഒരു രീതിയിലുള്ള കോൺഫ്ലിക്റ്റോ സോഷ്യൽ ഡിസ്ട്രപ്ഷനോ ഒന്നുമില്ലാതെ ഹ്യൂമൻ സെക്യൂരിറ്റി ഉണ്ടാക്കണം. ബേസിക് നീഡ്സ് ഉണ്ടാവണം, ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്ഡ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വിഷൻ, ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് കണ്ടു. അപ്പൊ എല്ലാത്തിലും എന്താ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വെറുതെ എക്കോണമിക്കലി മാത്രമുള്ള ഡെവലപ്മെന്റ് അല്ല അല്ലെ. നമ്മൾ അവരുടെ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക, ഇന്റഗ്രേറ്റഡ് ആയിട്ട് എല്ലാരെയും ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരിക. കുറച്ച് ആളുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ എല്ലാരെയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള രീതിയിലുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവരിക. അങ്ങനെ ഒരുപാട് പെർസ്പെക്റ്റീവുകൾ നമ്മൾ ഡെവലപ്മെന്റിന് പറയുന്നുണ്ട്. ഇനി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ വളർച്ച ഉണ്ടാവുന്ന നല്ല കാര്യമാണ്. പക്ഷെ നമ്മളുടെ സ്ത്രീകൾക്ക് അതുകൊണ്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. സ്ത്രീകൾക്ക് ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഓക്കെ, ഇപ്പൊ സ്ത്രീകളെ പുരുഷന്മാരെ എടുത്താൽ ഡെവലപ്മെന്റ് പ്രോസസ്സിൽ എന്താണ് സ്ത്രീകൾക്ക് വേണ്ടത്ര രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. സ്ത്രീയും പുരുഷനും ബയോളജിക്കലി ഡിഫറെന്റ് ആണ് അല്ലെ, ഫിസിക്കലി ഡിഫറെന്റ് ആണ്. പക്ഷെ എന്താണ് ഈക്വൽ ആയിട്ട് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ആദ്യത്തെ ഇമ്പാക്റ്റ് ആണ് ഇന്റൻസിഫിക്കേഷൻ ഓഫ് ജെൻഡർ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. അതായത് വിമന് ജെൻഡർ ഇനീക്വാലിറ്റി അല്ലെ, ഒരുപാട് ഇഷ്യൂസ് സൊസൈറ്റിയിൽ അവർ നേരിടുന്നുണ്ട്. സ്ത്രീകള് അവർക്ക് ഒരുപാട് ഇനീക്വാലിറ്റി അവർ നേരിടുന്നുണ്ട്. അതുകൊണ്ട് എന്താ പറ്റുന്നത്? പ്രൊഡക്ടിവിറ്റി കുറയുന്നു, എഫിഷ്യൻസി ഓഫ് ലേബർ കുറയുന്നു. കാരണം എന്താണ്? അവർക്ക് നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഷ്യൽ സിസ്റ്റം നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി ഒന്നും ഇല്ല അല്ലെ, ഉൽപാദനം ഒന്നും വേണ്ടത്ര രീതിയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ്. പല റിസോഴ്സസും മെന്നിന് പുരുഷന്മാർക്ക് അധികമായിട്ടും സ്ത്രീകൾക്ക് കുറവായിട്ടും ഉള്ളത് കൊണ്ട് തന്നെ അതിലൂടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ആളുകൾക്ക് സ്ത്രീകൾക്ക് വേണ്ടത്ര രീതിയിലുള്ള സെക്യൂരിറ്റി ഇല്ല. ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ ഒരുപാട് ഹരാസ്മെന്റ് അവർ നേരിടുന്നുണ്ട്. വേണ്ടത്ര രീതിയിലുള്ള സെക്യൂരിറ്റി സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ സ്ത്രീകൾക്ക് ഇഷ്യൂസ് നേരിടുന്നുണ്ട്. അടുത്ത എന്താണ്? ലോവർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ. അതായത് ലോവർ ക്വാളിറ്റി ഉള്ള ലൈഫ്. ഇതിലൂടെ എന്താണ്? സെക്യൂരിറ്റി ഇല്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല, എംപവർമെന്റ് ഇല്ല. അതിലൂടെ എന്താണ് പറ്റുക? ക്വാളിറ്റി ഓഫ് ലൈഫും എന്താണ് വളരെ മാറ്റം വരികയാണ് ക്വാളിറ്റി ഓഫ് ലൈഫിനും. ഇനി അതുകൊണ്ട് എന്താണ്? കോസ്റ്റ് ഓഫ് പോവർട്ടി ഉണ്ടാവുന്നു. ഓക്കെ, അൾട്ടിമേറ്റ് കോസ്റ്റ് ഓഫ് പോവർട്ടി ഉണ്ടാവുന്നു. ആ ഒരു ഡെവലപ്മെന്റ് ഇല്ലാത്തത്, സ്ത്രീകള് വേണ്ടത്ര രീതിയിൽ വളർന്നു വരാത്തത് മൊത്തത്തിൽ സൊസൈറ്റിനെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു വുമൺ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ എന്താണ്?
ജെൻഡർ ഇഷ്യൂ അതുപോലെ ഡെവലപ്മെന്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ വിമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? മൊത്തത്തിലുള്ള ഒരു ഡെവലപ്മെന്റ്. സൊസൈറ്റിയിലെ പുരുഷന്മാര് മാത്രം ഡെവലപ്ഡ് ആയാൽ മതിയോ? സ്ത്രീകളും ഡെവലപ്ഡ് ആയാൽ മാത്രമേ ആ ഒരു സൊസൈറ്റി ഡെവലപ്ഡ് ആയി നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പൊ ഇത് മൊത്തത്തിൽ ഹോൾ സൊസൈറ്റീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെവലപ്മെന്റ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാര് ഹിസ്റ്റോറിക്കലി ഈ ഒരു സ്ത്രീകളുടെ സബോർഡിനേഷനെ പറ്റിയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ അവർക്ക് ഈ ഒരു മൊബിലിറ്റി ഒക്കെ, അതായത് ആളുകൾക്ക് ഇപ്പം പുരുഷന്മാർക്കാണെങ്കിൽ ഇപ്പം ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോവാം, ഒരു ജോലിയിൽ നിന്ന് അടുത്ത ജോലിയിലേക്ക് പോവാം, അങ്ങനെ ഇപ്പം ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാം ജോലിക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് തടസ്സങ്ങളില്ല. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ മാരീഡ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കൺട്രോൾ, ലേബറിന്റെ കാര്യത്തിൽ, അവരുടെ സെക്ഷുവാലിറ്റി, ഫെർട്ടിലിറ്റിയുടെ കാര്യത്തിലൊന്നും കൺട്രോൾ ഇല്ല. അല്ലെ, ഇപ്പൊ എത്ര കുട്ടികൾ വേണമെന്ന് വരെ ചിലപ്പോൾ ഹസ്ബൻഡിന്റെ ഒപ്പീനിയൻ ആണ് കേൾക്കേണ്ടി വരിക. ഓക്കെ, അവരുടെ സെക്ഷുവാലിറ്റി ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും അവർ ബാക്കിയുള്ളവരുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അതുപോലെ തന്നെ മിക്സ്ഡ് ഗെയിൻ ഫോർ വുമൺ, അതായത് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. പബ്ലിക് സ്പെയർസും പൊതു സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടി വരണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയാണോ? അല്ല. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ, നമ്മൾ പുറത്തേക്ക് ഇപ്പൊ നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ പുരുഷന്മാരാണ് നമ്മൾ അധികമായിട്ട് കാണുക. കാരണം സ്ത്രീകൾ അധികം പബ്ലിക് സ്പെയറിലേക്കൊന്നും അധികം ഇറങ്ങാറില്ല. അല്ലെ, ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ വരെ ഇപ്പൊ സാധനം വാങ്ങാൻ കടയിൽ പോവാ, ഇപ്പോഴും പല വീടുകളിലും പുരുഷന്മാരാവും. സ്ത്രീകളൊന്നും അങ്ങനെ പുറത്തിറങ്ങുകയെ അങ്ങനെ സാധനം വാങ്ങാൻ പോവുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറില്ല. ഓക്കെ, ഇപ്പൊ പബ്ലിക് സ്ഫിയർ ഒക്കെ സ്ത്രീകളുടെ സാന്നിധ്യം ഇൻക്രീസ് ചെയ്യുക പൊതുസ്ഥലങ്ങളിലൊക്കെ. പക്ഷെ എന്താണ് അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്, ഒരുപാട് ഇങ്ങനെയൊന്നും ഒരു സൊസൈറ്റിയിലും ആരും ചെയ്യുന്നില്ല. അവിടെ ഒരുപാട് ഡിസ്പാരിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്താണ്, ഒരു ഗ്യാപ്പ്, സ്ത്രീകൾക്കും പുരുഷന്മാരുടെ അവരുടെ വരുമാനത്തിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. അവർക്ക് ഒരുപാട് സ്ട്രെയിൻ അവർ അനുഭവിക്കേണ്ടി വരികയാണ്. അതുപോലെ കൂടുതൽ ആളുകളും അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണ്. അപ്പൊ അൺഓർഗനൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സ്ട്രഗിൾസും ഇഷ്യൂസ് ഒക്കെ അവർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അടുത്തതാണ് ഇന്റൻസിഫിക്കേഷൻ ഓഫ് ഡബിൾ ബേർഡൻ, അതായത് സ്ത്രീകള് ഡബിൾ ബേർഡൻ, രണ്ട് തരത്തിലുള്ള ജോലികൾ എടുക്കേണ്ടി വരികയാണ്. അല്ലെ, അവര് റീപ്രൊഡക്റ്റീവ് വർക്കും അവരാണ്. ഓക്കെ, അതായത് പ്രത്യുൽപാദനത്തിനുള്ള ശേഷി സ്ത്രീകൾക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യുൽപാദനം ചെയ്യേണ്ടത് സ്ത്രീകളുടെ ഒരു കടമയാണ്. അതുപോലെ തന്നെ വീട്ടിലെ ജോലി ചെയ്യാന്നുള്ളതും സ്ത്രീകളുടെ ഒരു കടമയാണ്. ഡബിൾ ബേർഡൻ ആയിട്ട് വരിക, കുട്ടികളെ ടേക്ക് കെയർ ചെയ്യണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം. ഒരു പാരന്റ്സ് മീറ്റിങ്ങിന് വരെ നമ്മൾ വീട്ടിലെ സ്ത്രീകളാണ് അധികം പോവുക. അല്ലെ, ഓക്കെ, പുരുഷന്മാർക്ക് അതൊന്നും നോക്കാൻ സമയം ഉണ്ടാവില്ല, പുറത്തു പോയി പണിയെടുക്കുന്ന ആൾക്കാരാവും. അപ്പം ഇത് കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തം സ്ത്രീകളുടെ ആണെന്ന് പറഞ്ഞിട്ട് സ്ത്രീകളുടെ കയ്യിലേക്ക് കൊടുക്കുക ചെയ്യാം. ഓക്കെ, അപ്പം സ്ത്രീകൾ ഇനി പുറത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ജോലിയും നോക്കണം, ഈ ഒരു കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ ഡബിൾ ബേർഡൻ ആയിക്കൊണ്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് എന്താണ്, ഒരുപാട് ഇഷ്യൂസ് ഇതുകൊണ്ട് വരുന്നുണ്ട്. അല്ലെ, അതുപോലെ തന്നെ എന്താണ്, എക്കോണമിയിലായാലും സ്ത്രീകൾക്ക് വേണ്ടത്ര രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, അവർക്ക് നല്ല രീതിയിൽ ബിസിനസ് റൺ ചെയ്യാനോ നല്ല രീതിയിൽ ഏൺ ചെയ്യാനൊന്നും അവർക്ക് പറ്റുന്നില്ല. അല്ലെ, ഇപ്പൊ ഡെവലപ്മെന്റ് പ്ലാനേഴ്സ് എന്ത് ചെയ്യണം, സൊസൈറ്റിയിലെ വുമൺ, ഓക്കെ, അവരുടെ മദേഴ്സ് ആണ്, അവർ കെയർ ഗീവേഴ്സ് ആണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അവരെ എക്കോണമിക്കലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ സാമ്പത്തികപരമായ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻസ് സൊസൈറ്റിയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും, മെജോറിറ്റി സ്ത്രീകളും വരുമാനത്തിനും അവര് സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പുരുഷന്മാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ്. കൂടുതൽ സ്ത്രീകളും എന്താണ്, പുരുഷന്മാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, അതുകൊണ്ട് തന്നെ എന്താണ്, ചൈൽഡ് കെയർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വുമന്റെ റെസ്പോൺസിബിലിറ്റി മാത്രമാണ്. അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകൾക്ക് എന്താണ്, ജോബ് മാർക്കറ്റിലേക്കും വരാം. പക്ഷെ ജോബ് മാർക്കറ്റിൽ എന്താണ്, വുമൺ സ്ത്രീകളെ ഒഴിവാക്കുകയാണ്. ഇപ്പൊ ഹൈ പേയിങ്ങും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പൊസിഷനിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പുരുഷന്മാരാണ് കൂടുതലായിട്ടും കാണാം. ഇപ്പൊ ഒരു പ്രൊമോഷൻ വരെ കമ്പനിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പുരുഷന്മാർക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുക. അപ്പൊ സ്ത്രീകളെ ഇന്നും ജോബ് മാർക്കറ്റിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. അല്ലെ, കാരണം എന്താണ്, അവർക്ക് ഫാമിലിയും വർക്കും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നൊരു അസംഷൻ ഉള്ളതുകൊണ്ട് എന്താണ്, സ്ത്രീകൾക്ക് വേണ്ടത്ര രീതിയിലുള്ള ജോലി സാധ്യതകൾ ഇന്നത്തെ കാലത്ത് കാണുന്നില്ല. ഉണ്ട്, പക്ഷെ വേണ്ടത്ര രീതിയിൽ പുരുഷന്മാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജോലി സാധ്യതകൾ കുറവാണ്. അല്ലെ, അപ്പൊ സ്ത്രീകൾ എന്ന് പറയുന്നത് എന്താണ്, വർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ അവരെന്ന് പറയുന്നത് ഡബിൾ ജോലിയാ ചെയ്യുന്നത്. വീട്ടിലെ ജോലിയും ചെയ്യുന്നുണ്ട്, അല്ലാതെ
പുറത്തു പോയിട്ടുള്ള ജോലിയും ചെയ്യുന്നുണ്ട്. അത് പക്ഷെ എന്താണ്, അവര് വരുമാനം പുരുഷന്മാരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് കുറവാണ്. അപ്പൊ നല്ല രീതിയിലുള്ള ഇനീക്വാലിറ്റി, ഇതൊരു തുല്യതയില്ലായ്മ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റീഇൻഫോഴ്സിങ് ജെൻഡർ റോൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ആയിക്കോട്ടെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഗ്രീൻ റവല്യൂഷൻ ഒക്കെ പറഞ്ഞാല്, ഗ്രീൻ റവല്യൂഷനിലൂടെ എന്താ സംഭവിച്ചത്, ഒരുപാട് മെഷീന് ടെക്നോളജി, ഒരുപാട് പുതിയ പുതിയ ടെക്നോളജീസ് വന്നല്ലേ. ഇപ്പൊ സൊസൈറ്റിയിൽ നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റും, അതുപോലെ എന്താണ്, ആളുകളുടെ ലേബറിന്റെ സാധ്യതകൾ കുറച്ചിട്ട് മെഷീൻസും ടെക്നോളജി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് അഗ്രികൾച്ചർ സെക്ടറിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇവിടെ പറ്റിയത്, സ്ത്രീകൾക്ക് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫാം വർക്കൊക്കെ അതൊക്കെ നഷ്ടപ്പെട്ടു അല്ലെ. കാരണം എന്താണ്, ഗ്രീൻ റവല്യൂഷനും മെഷീൻസും ടെക്നോളജി വന്നപ്പോ പുതിയ പുതിയ നൂതനമായിട്ടുള്ള കൃഷി രീതിയിലേക്ക് ആളുകൾ മാറി. അപ്പൊ ചെറിയ ചെറിയ ഫാം വർക്കൊക്കെ ചെയ്ത സ്ത്രീകൾക്ക് അതൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നപ്പോ എന്ത് പറ്റി, അവിടെ പുരുഷന്മാർക്കായിരുന്നു അധികം കോൺസെൻട്രേഷൻ കൊടുത്തിരുന്നത്. പുരുഷന്മാരെ പ്ലാൻ ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു ഡെവലപ്മെന്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ സ്ത്രീകൾ പിന്നെയും എന്തായി, എക്സ്ക്ലൂഡഡ് ആയി, അവർക്ക് പിന്നെയും എക്കോണമിക് ബെനിഫിറ്റ് ഇല്ലാണ്ടായി. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റി. അതുപോലെ തന്നെ ഇറോഡിങ് വുമൻസ് റോൾ ഇൻ ട്രഡീഷണൽ എക്കോണമി, അതായത് ട്രഡീഷണൽ എക്കോണമിയിൽ എന്താണ്, സ്മോൾ സ്കെയിൽ ആണ്, സ്പെഷ്യലൈസേഷൻ ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്, അങ്ങനത്തെ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ രീതിയിലുള്ള ഈക്വൽ സ്റ്റാറ്റസ് ആയിരുന്നു. നമ്മൾ പഴയ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശമാണ് അല്ലെ. പിന്നെ പിന്നെ സൊസൈറ്റി വളർന്നു, സിവിലൈസേഷൻ വന്നു, ഡെവലപ്മെന്റ് വന്നപ്പോഴാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വർക്കുകൾ വരാൻ തുടങ്ങി. അത് പുരുഷന്മാരെ ഫേവർ ചെയ്തുകൊണ്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വർക്ക് വരാൻ തുടങ്ങി. അപ്പൊ സ്ത്രീകൾ എന്ന് പറയുന്നത് എന്താണ്, ഏർലിയർ ആയിട്ടുള്ള പഴയ കാലത്തുള്ള ഒരു ഫുഡ് പ്രൊഡക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അവരെന്താണ്, സ്ത്രീകൾ പിന്നെ പിന്നെ ഡിപ്പെൻഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പുരുഷന്മാരിൽ ഡിപ്പെൻഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ പുരുഷന്മാരെന്ത് ചെയ്തു, അവർ ഈ ഹൗസ് ഹോൾഡ് ടാസ്കുകളും കുട്ടികളെ നോക്കുന്നൊക്കെ മാറ്റിയിട്ട് കാലക്രമേണ അവരെന്ത് ചെയ്തു, പുറത്തുപോയി ജോലി എടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ പണ്ട് ഈക്വൽ സ്റ്റാറ്റസ് ആയിരുന്നതൊക്കെ മാറി അവര് പുറത്തു പോയിട്ട് പണിയെടുക്കാൻ തുടങ്ങി. സ്ത്രീകൾ വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കുന്ന ഒരു കാലഘട്ടം വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എന്ന് പറയുന്നത് വളരെ ഡിപ്പെൻഡഡ് ആയിക്കൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അല്ലെ. അപ്പം എല്ലാ കാര്യങ്ങളായിക്കോട്ടെ, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും പുരുഷന്മാരെ ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ സ്ത്രീകളെ ഇഗ്നോർ ചെയ്യുന്ന രീതിയിലായിരുന്നു ട്രഡീഷണലി നമ്മുടെ സൊസൈറ്റി ഉണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫെമിനൈസേഷൻ ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്, അതായത് ട്രഡീഷണൽ ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്, കോമൺ ആയിരുന്നു അല്ലെ. അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ സൊസൈറ്റി വളർന്നു, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ കോൺസെപ്റ്റ് ഒക്കെ വന്നു. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നോക്കുന്ന സമയത്ത് നമ്മളുടെ ഭൂമി എന്ന് പറയുന്നത് കൂടുതലായിട്ടും കൺട്രോൾ ചെയ്തിരുന്നത് പുരുഷന്മാരായിരുന്നു. ഓക്കെ, അതിപ്പോ ക്യാഷ് ക്രോപ്സിന്റെ ഒക്കെ ഇൻട്രൊഡക്ഷൻ ഒക്കെ വന്നു, ക്യാഷ് ക്രോപ്സ് ഒക്കെ നിലവിൽ വന്നല്ലേ. അപ്പൊ ആ സമയത്തൊക്കെ സ്ത്രീകളുടെ ഒരു അവകാശം, അവർക്കായിരുന്നു ഭൂമിയിലും ഇംഗത്തിലൊക്കെ അവകാശങ്ങൾ ഉണ്ടായിരുന്നത്. ഒരുപാട് പുരുഷന്മാര് ടൗണിലേക്ക്, ഗ്രാമങ്ങളിൽ നിന്നും ടൗണിലേക്ക് ജോബിനായിട്ടൊക്കെ മാറി. അപ്പൊ ആ സമയത്ത് സ്ത്രീകൾ എന്ത് ചെയ്തു, അവര് ഫാമിങ്ങും നോക്കേണ്ടി, പല സ്ഥലങ്ങളിലും അവർക്ക് ഫാമിങ്ങും നോക്കേണ്ടതായിട്ട് വന്നു, അതുപോലെ ഹൗസ് ഹോൾഡ് വർക്കും നോക്കേണ്ടതായിട്ട് വന്നു അല്ലെ. അപ്പൊ വുമൺ എന്താണ്, എന്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടായാലും അവർക്ക് എക്സ്ട്രാ ജോലികളാണ്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അല്ലാതെ അവരുടെ ജോലികളുടെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ്. അപ്പൊ അതെന്ത് പറ്റി, വുമണ് വർക്ക് ലോഡ് കൂടി, പക്ഷെ അവർക്കൊരു ലെഷർ ടൈമോ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മീ ടൈമോ ഫ്രീ ടൈമോ ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ബെറ്റർ ട്രാൻസ്പോർട്ട് ആൻഡ് മാർക്കറ്റും അതൊക്കെ എന്താണ്, എല്ലാം ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഇപ്പൊ ചീപ്പ് മെഷീൻ മെയ്ഡ് ഗുഡ്സ് റീപ്ലേസ് ട്രഡീഷണൽ ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ്, മേക്കിംഗ് മെനി വുമൻസ് ലോക്കൽ ഓക്യുപ്പേഷൻ റിഡൻഡന്റ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ നമ്മൾക്ക് സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഡിഫറൻഷ്യൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് 1980s എന്താണ്, ഒരുപാട് ആളുകൾ എംപ്ലോയിഡ് ആയി, ഒരുപാട് ആളുകൾക്കൊക്കെ എന്താണ്, ജോലികളിലേക്കൊക്കെ പോകാൻ വേണ്ടി തുടങ്ങി, വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ
അവർ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് പുരുഷന്മാരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് വരുമാനം കുറവായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് എന്താണ് ഫ്ലെക്സിബിൾ ആയിട്ട്, അതുപോലെ ടെമ്പററി, ഒരു സ്ഥിരമായിട്ടുള്ള ജോലിയൊന്നും ആയിരുന്നില്ല. ടെമ്പററി ആയിട്ടുള്ള ജോലിയായിരുന്നു. ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലൊക്കെ അവർ ഒരുപാട് ഇഷ്യൂസ് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പൊ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഇനീക്വാലിറ്റി ഒക്കെ തുടച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പൊ സ്ത്രീകൾക്ക്, ഗേൾസിന് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എക്കോണമിക്കലി അവർക്ക് സൊസൈറ്റിയിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റൂ അല്ലെ? കാരണം എന്താണ്, അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ജോലികൾ ഉണ്ടാവും, അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് സൊസൈറ്റിയിലേക്ക്. അതുപോലെ മെറ്റേണൽ ആൻഡ് ഇൻഫന്റ് ഹെൽത്ത്, ഓക്കെ, ശിശുക്കളുടെ ഹെൽത്ത് ആയിക്കോട്ടെ, സ്ത്രീകളുടെ ഹെൽത്ത് ഒക്കെ ആയിക്കോട്ടെ, നല്ല രീതിയിൽ അവർക്ക് നോക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ പ്രത്യുൽപാദനത്തിന്റെ ശേഷി അവർക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റൂല. കാരണം നമ്മുടെ പോപ്പുലേഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നമ്മളുടെ പോപ്പുലേഷൻ ഓരോ പ്രാവശ്യവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ്, എത്രയും പോപ്പുലേഷന്റെ ആവശ്യകത നമുക്കില്ല. അപ്പൊ അതിനെപ്പറ്റി ബോധവാന്മാരാക്കാനൊക്കെ നമ്മൾക്ക് എഡ്യൂക്കേഷനിലൂടെ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ജനറേഷനിൽ നമ്മൾ നല്ലൊരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും എഡ്യൂക്കേഷന്റെ അടുത്തൊരു ഒബ്ജക്റ്റീവാണ്. ഇനി നമ്മൾ എഡ്യൂക്കേഷനിൽ നോക്കുമ്പോൾ എഡ്യൂക്കേഷനിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഓക്കെ, ഇപ്പം ഒരുപാട് കൺട്രീസിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും റൂറൽ വുമൺ, സാധാരണ ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്ത്രീകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നല്ലൊരു രീതിയിൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലൊരു ലിറ്ററസി ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ട്. പഴയ കാലത്ത് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തതെന്ന് പറയുന്നത് ഒരു വലിയ കുറ്റമൊന്നുമല്ല. ട്രഡീഷണൽ വുമൺ, പഴയ കാലത്തെ സൊസൈറ്റിയിലൊക്കെ നോക്കുകയാണെങ്കിലും ഇപ്പൊ നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ആണെങ്കിലും 3-ാം ക്ലാസ് വരെ പഠിച്ചു, 4-ാം ക്ലാസ് വരെ പഠിച്ചു, 7-ാം ക്ലാസ് വരെ പഠിച്ചു. അപ്പൊ എന്താണ്, അവിടെ എഡ്യൂക്കേഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു തെറ്റല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ ഇല്ല എന്ന് പറയുന്നത് അവിടെ ഒരു തെറ്റായിട്ടല്ല കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ ഇഷ്യൂ അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, അൺഎഡ്യൂക്കേറ്റഡ് എന്ന് പറയുന്നത് അത്രയും എന്താ പറയാ, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അത് അത്ര നല്ല കാര്യമൊന്നല്ല അല്ലെ? അതുപോലെ തന്നെ അൺഎഡ്യൂക്കേറ്റഡ് വുമൺ ആയതുകൊണ്ട് തന്നെ എന്താണ്, ഇപ്പൊ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ എന്താണ്, അവർക്ക് ഒരുപാട് സ്ട്രഗിൾസ് വരികയാണ് ജോബ് സെക്ടറിലേക്കൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, അവർക്ക് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ സ്കില്ലായിക്കോട്ടെ, ട്രെയിനിങ് ആയിക്കോട്ടെ, നോളജ് ആയിക്കോട്ടെ, അവർക്ക് ഒരുപാട് മെന്നിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയും അവർക്ക് ഇല്ല. അപ്പൊ അതുപോലെ തന്നെ അവർ ഒരുപാട് വൾണറബിൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരികയാണ്. അപ്പോൾ അവർക്കൊരു ബിസിനസ് തുടങ്ങുന്ന കാര്യമായിക്കോട്ടെ, പുതിയൊരു ഇന്നോവേഷൻ ആയിക്കോട്ടെ, ഒരു ക്രെഡിറ്റ് കിട്ടുന്ന കാര്യമായിക്കോട്ടെ, അവർക്കെല്ലാം ഈസി അല്ല. കാരണം അവർക്ക് ഒരുപാട് ഇപ്പൊ ഹസ്ബൻഡിനെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഫാമിലിയിലെ ബാക്കിയുള്ള ആളുകളെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്, അവരുടെ മക്കളെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്കുള്ളതുകൊണ്ട് തന്നെ അവർക്കൊന്നും എളുപ്പമല്ല. ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിലൊക്കെ അവർക്ക് എന്താണ്, ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി ക്ലാസ് ബേസ്ഡ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ മിഡിൽ ആൻഡ് അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾ എന്താണ്, അവർക്ക് കുറച്ചുകൂടി എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പൊ നല്ല ടീച്ചേഴ്സും നഴ്സസും ഡോക്ടേഴ്സും കമ്പ്യൂട്ടർ IT സെക്ടറിലൊക്കെ മിഡിൽ ആൻഡ് അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ എന്താണ്, സപ്പോർട്ടീവ് ഫാമിലിയിലുള്ള ആളുകൾ, ഒരുപാട് ഫാക്ടേഴ്സ് വേറെ ഉണ്ട്. സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലിയിലുള്ള ആളുകൾ എഡ്യൂക്കേഷനെ വാല്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ എന്താണ് മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ചീപ്പ് ഹൗസ് ഹോൾഡ് ലേബർ എന്താണ്, ടു മാനേജ് ഡൊമസ്റ്റിക് വർക്ക് എന്നുള്ളതാണ്. ഓക്കെ, ഇനി എഡ്യൂക്കേറ്റഡ് വുമൺ ആണെങ്കിൽ എന്താണ്, ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആള് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ബേർഡൻ ആണ്. എഡ്യൂക്കേറ്റഡ് ആയിക്കോട്ടെ, അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടി വരികയാണ്, അവരുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ അവർക്ക് നോക്കേണ്ടി വരികയാണ്, അവർക്ക് ഒരുപാട് വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് വരികയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, അവർക്ക് ഡബിൾ ബേർഡൻ ആണ്. ഒരുപാട് ഇഷ്യൂസ് അവർക്ക് നേരിടേണ്ടി വരുന്നതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ജോലിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇത് എന്തിലേക്കാണ് നയിക്കുന്നത്, ഇത് വലിയ വലിയ ഇഷ്യൂലേക്ക് നയിക്കുകയാണ്. കാരണം അവർക്ക് അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല, ഹാൻഡിൽ ചെയ്യുന്നതിലും കൂടുതൽ അവർക്ക് ഇഷ്യൂ വരികയാണ്. അപ്പൊ ഇത് ഡിവോഴ്സിലേക്കും സെപ്പറേഷനിലേക്കും ഒക്കെ അവരെ നയിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്താണ്, വയലൻസ് ആൻഡ് ക്രൈം അഗെയിൻസ്റ്റ് വുമണിലേക്കും ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ നയിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, ആളുകൾ ഇങ്ങനെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ സ്ത്രീകളെ കൺട്രോൾ ചെയ്ത് ഇപ്പോഴും ആ ഒരു കൺട്രോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിലൂടെയൊക്കെ ഒരുപാട് വയലൻസ് ഒക്കെ സ്ത്രീകൾക്കെതിരെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എൻവയോൺമെന്റ് ഡീഗ്രേഡേഷൻ, അതും എന്താണ്, ഇൻക്രീസിങ് ഹാർഡ്ഷിപ്പ് ഓഫ് വുമൺ എന്നാണ് അടുത്ത പോയിന്റ് വരുന്നത്. അതായത് എന്താണ്, ഇപ്പം സ്ത്രീകൾക്ക് എന്ന് പറയുന്നത് ഒരുപാട് ജോലികൾ ഉണ്ടാവും അല്ലെ?
ഇപ്പം വാട്ടർ കളക്ട് ചെയ്യുക, അതുപോലെ വിറകുകൾ ശേഖരിക്കുക, ഫുഡിന്റെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും. പക്ഷെ എൻവയോൺമെന്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്ന സമയത്ത്, എൻവയോൺമെന്റ് ഡിസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത്, ഡീഗ്രഡേഷൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് സ്ത്രീകൾ എന്ത് ചെയ്യും? ഇപ്പം പെട്ടെന്ന് അടുത്ത സ്ഥലത്ത് വെള്ളമില്ല, അല്ലെങ്കിൽ അവിടെ ആവശ്യത്തിനുള്ള വിറകില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവര് ഇതിനൊക്കെ വേണ്ടിയിട്ട് വേറെ സ്ഥലത്തെ കുറച്ചുകൂടി ദൂരെയൊക്കെ പോയി അവിടെയുള്ള സ്ഥലങ്ങളിൽ ആശ്രയിക്കേണ്ടി വരികയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്? സ്ത്രീകളുടെ ജോലി പിന്നെയും ഹാർഡായിക്കൊണ്ടിരിക്കുക. ഓക്കെ, അവരുടെ ജോലി പിന്നെയും ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക. പക്ഷെ അവർ എന്തൊക്കെ ജോലി ചെയ്താലും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു പേയ്മെന്റോ ഒരു നല്ല രീതിയിലുള്ള ഒരു ബെനിഫിറ്റോ അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പൊ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷനോ എൻവയോൺമെന്റൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും അത് എക്സ്ട്രാ ബുദ്ധിമുട്ടാണ് സ്ത്രീകളിൽ ഉണ്ടാക്കുന്നത്. കാരണം വിറകൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെയും ദൂരത്ത് പോയിട്ട് വിറകൊക്കെ ശേഖരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ പോവുകയാണ്. ഇനി അടുത്തതാണ് ന്യൂ ടെക്നോളജി ആൻഡ് ഇൻക്രീസ് ഇൻ വുമൻസ് ഡ്രഡ്ജറി എന്ന് പറയുന്നത്. അതായത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ആളുകളെ ഹൗസ് ഹോൾഡിൽ നിന്നും വീട്ടു ജോലികളിൽ നിന്നൊക്കെ ഉള്ള ഒരു ഫ്രീ ആക്കുക എന്നുള്ളതാണ് ഒരു മോഡേൺ ടെക്നോളജിയുടെ ഒരു ഇതിൽ പറയുമ്പോൾ. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടെക്നോളജി എന്ന് പറയുന്നത് ചിലപ്പോൾ പൊല്യൂഷനിലേക്കും എൻവയോൺമെന്റൽ ഡാമേജിലേക്കും ഒക്കെ നയിക്കുന്നുണ്ട്. അതും സ്ത്രീകളുടെ കണ്ടീഷൻ വളരെ ബുദ്ധിമുട്ടാക്കുന്നതാണ് അല്ലെ. അപ്പം ടെക്നോളജി വന്നുകൊണ്ട് മാത്രം സ്ത്രീകൾക്ക് വർക്ക് ലോഡ് കുറഞ്ഞു അങ്ങനെയൊന്നും നമ്മൾക്ക് ഫുള്ളായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ടെക്നോളജി ഉള്ളത് കൊണ്ടും എന്താണ്? അവിടെയും ഒരുപാട് ഇഷ്യൂസ് നമുക്ക് സൊസൈറ്റിയിൽ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ആളുകൾക്ക് ഗ്രേറ്റർ ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക. നാച്ചുറും അതുപോലെ സർവൈവലും തമ്മിൽ സ്ത്രീകൾക്ക് സർവൈവ് ചെയ്യാനുള്ള അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ സ്ത്രീകളായിക്കോട്ടെ അവർ ഒരുപാട് സ്ട്രഗിൾസിനൊക്കെ മുന്നിൽ നിന്നിട്ടുണ്ട്. ഇപ്പം എന്താണ്? ഡാം ഒക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, മൈനിങ് ആയിക്കോട്ടെ, ഡീഫോറസ്റ്റൈസേഷൻ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ അതിനൊക്കെ എന്താണ്? സ്ത്രീകൾ പലതരത്തിലുള്ള ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിനും തടയാൻ വേണ്ടിയിട്ട് അതിനൊക്കെ മുന്നിൽ നിന്നിട്ടുള്ള സ്ത്രീകളുണ്ട്. ഓക്കെ, പിന്നെന്താണ്? അതുപോലെ ഡെവലപ്മെന്റ് പോളിസീസ് കൊണ്ടുവരാം. വുമന്റെ റോൾ ഇത് മാത്രമല്ല. വുമണിന് ഒരുപാട് പവർ ഉള്ള ആളുകളാണ് സ്ത്രീകൾ. അവരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അവരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ എന്താണ്? അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള എന്താണ് പോളിസീസ് ഒക്കെ കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പൊ മദർഹുഡ് എന്ന് പറയുന്നതും ഒരു റോളാണ്. അതെന്താണ്? ഒരു എക്കോണമിക് റോളാണ്. ഓക്കെ, അവരുടെ കാര്യങ്ങളും സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് സാധിച്ചു കൊടുക്കുക. അതായത് മദർഹുഡ് എന്ന് പറയുന്നത് വെറുതെ ഒരു ജോലി മാത്രമല്ല, അതും ഒരു റോളാണ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് കുറച്ചുകൂടി ബാക്കിയുള്ളവരെ കുറച്ചുകൂടി ബോധവാന്മാരാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മള് വുമൺ സ്ത്രീകളെ പറ്റി പറയുന്ന സമയത്ത് ഹിസ്റ്റോറിക്കലി എന്താണ്? സ്ത്രീകൾ എന്ന് പറയുന്നത് ഡിപ്പെൻഡഡ് ആയിരുന്നു. ഓക്കെ, അവര് ആ ഒരു വെൽഫെയറിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂലെ വെൽഫെയറിസ്റ്റ് കപ്പാസിറ്റിയിലൊക്കെ നോക്കുന്ന സമയത്ത് സ്ത്രീകൾ എന്ന് പറയുന്നത് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു അല്ലെ. ഓക്കെ, പക്ഷെ എന്താണ്? ഒരു 1980s വന്നപ്പോ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു എഫിഷ്യൻസി അപ്രോച്ചിലേക്ക് മാറി. അതായത് സ്ത്രീകൾ എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള എക്കോണമിക് ഏജൻസ് ആവണം. അവർക്ക് കുറച്ചുകൂടി എന്താണ്? പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. സ്ത്രീകളെ എല്ലാവരും എൻകറേജ് ചെയ്യണം. അവരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും ബിസിനസ് വെഞ്ചറോ ഓക്കെ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ സ്ത്രീകളെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. പഴയ ട്രഡീഷണൽ സൊസൈറ്റി എന്നൊക്കെ ഒരു ഷിഫ്റ്റ്, ആ ഒരു പഴയ വെൽഫെയറിസ്റ്റ് കപ്പാസിറ്റി എന്നൊക്കെ ഒരു എന്താ പറയാ, ആ ഒരു സൊസൈറ്റി എന്നൊക്കെ ഒരു ഷിഫ്റ്റ് കൊണ്ടുവന്ന ഒരു എഫിഷ്യൻസി അപ്രോച്ച് സ്ത്രീകളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് എന്താണ്? അവരെ എൻകറേജ് ചെയ്യുക. മൈക്രോ എന്റർപ്രൈസസും ചെറുകിട വ്യാപാരങ്ങളൊക്കെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരുപാട് സ്ത്രീകളുണ്ട് അല്ലെ. നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന സമയത്ത് ഇപ്പൊ സാരി ബിസിനസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ, ഒരുപാട് ബിസിനസ് ചെയ്യുന്ന സ്മോൾ സ്കെയിൽ ബിസിനസ് ചെയ്യുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതിലൊക്കെ വലിയ വലിയ മാറ്റം വന്നു എന്നുള്ളതാണ് അല്ലെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, അതുപോലെ തന്നെ സ്ത്രീകൾ എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റീവ് റോളുകൾ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റീവ് റോൾ ആൻഡ് ഡെവലപ്മെന്റ് പോളിസീസ് ഒരു വെൽഫെയർ ഏർലി ഫേസിൽ ഒരു വെൽഫെയർ അപ്രോച്ച് ആയിരുന്നു. അപ്പൊ ഇനീഷ്യലി നമ്മൾ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ എന്താണ്? സ്ത്രീകൾക്ക് എന്താണ്? അവർ കെയർ ടേക്കേഴ്സ്, ഫാമിലീനെ നോക്കുക എന്നുള്ളതാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെയായിരുന്നു ഡെവലപ്മെന്റ് പ്രോഗ്രാംസിലൊക്കെ. സ്ത്രീകളെ വലിയ രീതിയിലുള്ള കോൺസെൻട്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല.
പിന്നെ എന്താണ് ഒരുപാട് പോളിസീസ് വന്നു. സ്ത്രീകൾക്കും അവർക്ക് ഇൻകം എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അവരും എക്കോണമിക്കലി കോൺട്രിബ്യൂട്ട് ചെയ്യണം സൊസൈറ്റിയിൽ. അപ്പൊ ആ ഒരു രീതിയിൽ എന്താണ് അവർക്ക് എന്താണ് കുറച്ചുകൂടെ അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഊന്നൽ കൊടുക്കുക. വുമൺ വെർ സീൻ as മാനേജേഴ്സ് ഓഫ് ലോ ഇൻകം ഹൗസ് ഹോൾഡ് ആൻഡ് മോസ്റ്റ് ഇനീഷ്യേറ്റീവ്സ് ഹാഡ് എ വെൽഫെയറിസ്റ്റ് ക്യാരക്ടർ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലായിരുന്നു നമ്മൾ സൊസൈറ്റി കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മള് 1980s വന്നപ്പോ എന്താണ് സ്ത്രീകളെ ഒരു എക്കോണമിക് ഏജൻസ് ആയിട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ നമ്മൾ ആദ്യത്തെ സൊസൈറ്റി പറഞ്ഞല്ലേ നേരത്തെ, ഇപ്പോൾ സ്ത്രീകളെ എന്താണ് ഒരു കെയർ ടേക്കേഴ്സ്, ഫാമിലിയുടെ കെയർ ടേക്കേഴ്സ് ഒക്കെ ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. പിന്നെ ആ ഒരു ചിന്താഗതിയൊക്കെ മാറാൻ തുടങ്ങി. അവരെ എക്കോണമിക് ഏജൻസ് ആയിട്ട് കാണാൻ വേണ്ടി തുടങ്ങി. സാമ്പത്തികപരമായി സ്ത്രീകൾക്കും എന്താണ് അവരുടെ എന്താ പറയാ, സ്ത്രീകൾക്കും അവരും എക്കോണമിക്കലി അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ എക്കോണമിക്കലി ആളുകൾ, സ്ത്രീകള് മൈക്രോ എന്റർപ്രൈസിലേക്കും സ്മോൾ സ്കെയിൽ ബിസിനസ്സിലേക്കും ഒക്കെ ഇപ്പൊ നമുക്ക് ഒരുപാട് ചെറുകിട വ്യാപാരങ്ങളുണ്ട്, പലതിനും സ്ത്രീകളാണ് ഓണേഴ്സ് ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിലേക്കൊക്കെ സ്ത്രീകൾ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് 1980s കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് സ്ത്രീകൾ എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ എന്താണ് പറ്റിയത്, ഈ ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അവർക്ക് എന്താണ് അവർക്ക് അതിലൊക്കെ എന്താണ് അതൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല അല്ലെ. ഒരുപാട് വെൽഫെയർ പ്രോഗ്രാംസ് ഒക്കെ വന്നു, പക്ഷെ അവർക്ക് ഒരുപാട് ഡെവലപ്മെന്റ് വന്നു, അവർക്ക് ജോലി കിട്ടി, അവർ എന്റർപ്രൈസസ് തുടങ്ങി. പക്ഷെ എന്താണ് അവരുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾക്ക് മാറ്റമൊന്നും വന്നില്ല. അവർക്ക് വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ എന്നും ചെയ്യേണ്ടതായിട്ട് വന്നു. അതെപ്പോഴും അവരുടെ കടമയായിട്ട് മാത്രം മാറി. അപ്പൊ പുരുഷന്മാർ ജോലിക്ക് പോവാ തിരിച്ചു വരാന്നല്ലാതെ സ്ത്രീകൾ എന്ത് ചെയ്തു, അവർക്ക് ഡെവലപ്മെന്റ് വന്നു, അവർ ജോലിക്ക് പോകാൻ തുടങ്ങിയെങ്കിലും എന്താണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഫ്രീ മാർക്കറ്റ് വാസ് നോട്ട് റിയലി ഫ്രീ ഫോർ വുമൺ. ഓക്കെ, ഫ്രീ മാർക്കറ്റുകൾ, സോക്കോൾഡ് ആയിട്ടുള്ള ഫ്രീ മാർക്കറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടത്ര രീതിയിലുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല. സ്ത്രീകൾക്ക് ഒരുപാട് ചൂഷണങ്ങൾ അവിടെ നിന്നൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് ഈ എഫിഷ്യൻസി അപ്രോച്ച്, അപ്പൊ എഫിഷ്യൻസി അപ്രോച്ചിൽ പറയുന്നത് സ്ത്രീകളെ എന്താണ് യൂസിങ് വുമൺ as ലേബർ ഫോർ ഡെവലപ്മെന്റ്, സ്ത്രീകളെയും ഒരു ഡെവലപ്മെന്റിലേക്ക് നയിക്കുക, സ്ത്രീകളെയും സ്ത്രീയുടെ എന്താണ് അവരെയും എക്കോണമിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യിപ്പിക്കുക. എന്നാൽ മാത്രമേ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടാവൂ എന്നുള്ളതായിരുന്നു എഫിഷ്യൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എഫിഷ്യൻസി അപ്രോച്ച് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഈ ഒരു സ്ത്രീകളുടെ സാഹചര്യങ്ങളൊന്നും ഇംപ്രൂവ് ചെയ്തില്ല. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ജെൻഡർ ഈക്വാലിറ്റി ഒന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചില്ല. കാരണം എന്താ, ഈ വീട്ടിലുള്ള ജോലികൾ ആര് ചെയ്യും? സ്ത്രീകൾ പുറത്തുപോയി പണിയെടുത്താലും തിരിച്ചു വന്ന വീട്ടിലുള്ള ജോലികൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരു എക്സ്ട്രാ ബേർഡൻ ആയിട്ട് മാറുമായിരുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ജെൻഡർ നീഡ്, റോൾ ആൻഡ് സ്ട്രാറ്റജി. അതായത് ഇത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ജെൻഡർ റോൾ ആൻഡ് നീഡ്സ് ആൻഡ് കൺട്രോൾ ഓവർ റിസോഴ്സസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് വിത്തിൻ ദ ഹൗസ് ഹോൾഡ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അതിൽ ആദ്യത്തേതാണ് ജെൻഡേർഡ് മെൻ ആൻഡ് വുമൺ ആൻഡ് ദ ഹൗസ് ഹോൾഡ് എന്നുള്ളത്. അതായത് കരോളിന മോസർ, അപ്പൊ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്ങില് ഏതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ കൊണ്ടുവന്നു. പക്ഷെ അതൊക്കെ ആളുകളുടെ എന്താ പറയാ അവരുടെ സാഹചര്യം, അവരുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യുന്നതിലൊക്കെ ഫെയിലായി, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നല്ല രീതിയിലുള്ള മാറ്റമൊന്നും സൊസൈറ്റി ഡെവലപ്പ് ആയതിലൂടെ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്താണ് നമ്മളുടെ വെസ്റ്റേൺ ആയിട്ടുള്ള സൊസൈറ്റിയുടെ അവർക്ക് ഒരുപാട് സ്റ്റീരിയോ ടൈപ്പുകൾ ഉണ്ട്, അവർക്ക് അവരുടെ പ്രോഗ്രാമുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് എന്താണ് അത് നമ്മളുടെ റിയാലിറ്റി ആയിട്ടുള്ള നമ്മളുടെ ഇന്ത്യൻ ഹൗസ് ഹോൾഡുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഡിഫറെന്റ് അല്ല. ഇപ്പൊ നമ്മൾ യൂറോപ്പ് സൊസൈറ്റി പോലെയാണോ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ഉള്ളത്? രണ്ടും വളരെ ഡിഫറെന്റ് ആണ്. അപ്പൊ കരോളിന മോസർ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ് ഒക്കെ എന്താണ് ആ ഒരു വെസ്റ്റേൺ സൊസൈറ്റീനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്താണ് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നല്ല രീതിയിലുള്ള മിസ്മാച്ച് അതിൽ ഉണ്ടായി എന്നുള്ളത് അല്ലെ. നമുക്ക് തന്നെ അറിയാം നമ്മുടെ സൊസൈറ്റി പോലെ അല്ല യൂറോപ്യൻ സൊസൈറ്റി ഒക്കെ ഉണ്ടാവുക. ഒരുപാട് തെറ്റിദ്ധാരണകൾ അതിൽ വന്നു എന്നുള്ളതാണ്. ആദ്യത്തേതാണ് നമ്മളുടെ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ കരോളിന മോസർ വിചാരിച്ചത് അദ്ദേഹത്തിന്റെ സ്റ്റഡി അനുസരിച്ച് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് ചെറിയ വെസ്റ്റേൺ സ്റ്റൈൽ ന്യൂക്ലിയർ ഫാമിലിയാണ്. അതായത് ഹസ്ബൻഡും വൈഫും രണ്ടോ മൂന്നോ കുട്ടികളും. പക്ഷെ റിയാലിറ്റിയിൽ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ എന്താണ്
ഒരു ചിലപ്പോ എക്സ്റ്റെൻഡഡ് ഫാമിലി ആണ് അല്ലെ. എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അമ്മ, ഇപ്പൊ അച്ഛന്റെ പാരന്റ്സ് അല്ലെങ്കിൽ അമ്മയുടെ പാരന്റ്സ്, കുട്ടികൾ എന്നുള്ള രീതിയിൽ എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഫീമെയിൽ ഹെഡഡ് ആയിട്ടുള്ള ഫാമിലി ഉണ്ട്. ഓക്കെ, സ്ട്രക്ചറിലൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു പ്ലാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിലായിക്കോട്ടെ, റിസോഴ്സസിലായിക്കോട്ടെ, ഇപ്പൊ വെസ്റ്റേൺ സൊസൈറ്റീനെ പോലെ അല്ല നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റിയിൽ എന്ന് പറയുമ്പോൾ സ്ത്രീകളും കൂടുതലും മെന്നാണ് എല്ലാ രീതിയിലുള്ള കൺട്രോളും ഉള്ളത്. ഡിസിഷൻ മേക്കിങ്ങിലായിക്കോട്ടെ, എല്ലാ രീതിയിലും സ്ത്രീകൾക്ക് യാതൊരു രീതിയിലുള്ള അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ക്ലാസ് ജെൻഡർ ബേസ്ഡ് ഡിവിഷൻ ഓഫ് ലേബർ ഓഫ് മെൻ എന്ന് പറയുന്നത് അവർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ എന്ന് പറയുന്നത് വീട്ടിലുള്ള ജോലികൾ ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ എന്താണ് ലോ ഇൻകം ഹൗസ് ഹോൾഡ് ഒക്കെ എന്താണ് അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യാന്നൊക്കെ ഉള്ളതായിരുന്നു സ്ത്രീകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ കരോളിന മോസർ എന്ന് പറയുന്നത് എന്താണ്, വെസ്റ്റേൺ സൊസൈറ്റിനെ പറ്റി പഠിച്ചപ്പോ നമ്മുടെ നമ്മളുടെ ആക്ച്വലി അത് ഇന്ത്യൻ സൊസൈറ്റിയിലേക്ക്, സൗത്ത് ഇന്ത്യയിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ അതിൽ ഒരുപാട് മിസ്മാച്ചസ് വന്നു. ഒരിക്കലും വെസ്റ്റേൺ സൊസൈറ്റി പോലെ അല്ല നമ്മുടെ സൊസൈറ്റിയിലെ. ഒരുപാട് മിസ്മാച്ചസ് വന്നു, അതിൽ ഒരുപാട് ഫാൾട്ടി അസംഷൻസ് വന്നു. അത് നമുക്ക് ഫെയിൽ ആയി പോയി എന്നുള്ളതാണ്. ഇനി അടുത്തത് എന്താണ്, വുമൺ എന്ന് പറയുന്നത് ഒരു ഹൗസ് ഹോൾഡിന്റെ ഒരു പാർട്ടാണ് അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാ ഡെവലപ്മെന്റ് പ്രോഗ്രാംസും എന്താണ് സ്ത്രീകളെ എന്താണ് അവരെ ട്രീറ്റഡ്, സ്ത്രീ എന്താണ് എവറി ഏർലി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ട്രീറ്റഡ് വുമൺ as just members of families or households, assuming that their needs were the same as those of the household. അതായത് നമ്മളുടെ ഈ സ്ത്രീകളെ പറ്റി പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ് എല്ലാരും വിചാരിച്ചത് എല്ലാ സ്ത്രീകളും ഒരുപോലെയാണ്, എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെയുള്ള ആവശ്യങ്ങളാണ്. പക്ഷെ അങ്ങനെയല്ല. സ്ത്രീകളും പുരുഷന്മാരും ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫറെന്റ് ആണ്. അതിൽ തന്നെ എല്ലാ സ്ത്രീകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെന്റ് ആണ്. എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള നീഡാണുള്ളത്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. അപ്പൊ എല്ലാരെയും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നല്ലൊരു രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് നമ്മൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഫെമിനിസ്റ്റ് റിസർച്ചേഴ്സ് പോയിന്റഡ് ഔട്ട് ദാറ്റ് മെൻ ആൻഡ് വുമൺ ഹാവ് ഡിഫറെന്റ് റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അക്സസ് ടു റിസോഴ്സസ്. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള റോളുകളാണ്, റെസ്പോൺസിബിലിറ്റീസ് ആണ്, ഡിഫറെന്റ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ എന്താണ് therefore women's development need cannot simply be merged with those of the household എന്ന് പറയുന്നത്. എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള നീഡുകളാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ആവശ്യങ്ങളാണ് നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ വേണ്ടി പറ്റുക. അതുപോലെ തന്നെ മിത്ത് ഓഫ് മെയിൽ ബ്രെഡ് വിന്നർ ആൻഡ് ഫീമെയിൽ ഡിപ്പെൻഡൻസി. അതായത് എന്താണ് സ്ത്രീകൾ എന്ന് പറയുന്നത് എന്താണ് നമ്മള് പോളിസീസ് ഓഫൺ അസ്യൂംസ് മെൻ ആർ ദ ഫിനാൻഷ്യൽ പ്രൊവൈഡേഴ്സ് ആൻഡ് വുമൺ ആർ ഡിപ്പെൻഡ്സ്. അതായത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് മിത്ത് ഉണ്ട് അല്ലെ. സ്ത്രീകൾ എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്പെൻഡഡ് ആയിക്കോട്ട് നിൽക്കുക, പാട്രിയാർക്കിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഡിപ്പെൻഡഡ് ആയിക്കോട്ട് നിൽക്കുക. പുരുഷന്മാരെന്ന് പറയുന്നത് ഫിനാൻഷ്യലി, സാമ്പത്തികപരമായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാവണം. ആ ഒരു രീതിയിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത് കൂടുതലും എന്താണ് സ്ത്രീകൾക്കൊന്നും വലിയ റോളൊന്നുമില്ല. അപ്പം എന്താണ് സ്ത്രീകള് വലിയ റോളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സൊസൈറ്റിയാണ് അല്ലെ നമ്മളിപ്പോ പറയുന്നുണ്ട്. ഇപ്പൊ ദിസ് മേ ഫിറ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ബട്ട് നോട്ട് ലോ ഇൻകം ഹൗസ് ഹോൾഡ് വെർ വുമൺ ഫ്രീക്വന്റ്ലി വർക്കേഴ്സ് മെയിൻ ഓർ ഓൺലി ലേണേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് ഫാൾട്ടി അസംഷൻസ് നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകൾ എന്നും ഡിപ്പെൻഡഡ് ആയിക്കോട്ടെ നിൽക്കുകയാണ്. ഓക്കെ, അവർക്ക് എന്താണ് വലിയ രീതിയിലുള്ള എക്കോണമിക്കലി നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഒന്നും അവർക്കില്ല. അതുപോലെ തന്നെ അഗ്രികൾച്ചറിലായിക്കോട്ടെ അവർ ഇൻഫോർമൽ സെക്ടറിലാണ് അധികമായിട്ടും, അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അവർക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ അവർ ഇഗ്നോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പൊ ഡെവലപ്മെന്റ് സ്കീമിലോ ലാൻഡോ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ സ്ത്രീകളെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ആ ഒരു മിത്തായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് അടുത്തൊരു മിത്താണ് മിത്ത് ഓഫ് ഈക്വാലിറ്റി വിത്തിൻ ഹൗസ് ഹോൾഡ്. അതായത് അനദർ അസംഷൻ ഈസ് ദാറ്റ് റിസോഴ്സസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആർ ഷെയർഡ് ഈക്വലി എമംഗ് അഡൾട്ട് ഹൗസ് ഹോൾഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ റിസോഴ്സസും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലി ഷെയർ ചെയ്യേണ്ടതാണ്. ഹൗസ് ഹോൾഡ് വീട്ടിലുള്ള ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേണ്ടതാണ്. പക്ഷെ റിയാലിറ്റി എന്താണ്,
ഇനീക്വാലിറ്റി ഉണ്ട് അല്ലെ. കൂടുതലും പുരുഷന്മാർക്കാണ് കൂടുതലായിട്ടും അധികാരമുള്ളത്. റിസോഴ്സസിന്റെ മേലെ പുരുഷന്മാർക്കാണ് അധികാരം ഉള്ളത് അല്ലെ. ഇപ്പൊ ഡിസിഷൻ മേക്കിംഗ് ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾക്കായിക്കോട്ടെ, പുരുഷന്മാർക്കാണ് കൂടുതൽ അധികാരം ഉള്ളത്. അപ്പോ നമ്മൾ അതുപോലെ തന്നെ അടുത്തതാണ് ദ അൾട്രൂയിസം അസംഷൻ എന്നുള്ളത്. അതായത് നമ്മളുടെ സൊസൈറ്റി നോക്കുന്ന സമയത്ത് കൂടുതലും സാക്രിഫൈസ് ചെയ്യുന്നതും കൂടുതൽ സ്നേഹിക്കുന്നതൊക്കെ നമ്മൾ സ്ത്രീകളെ അല്ലേ പറയാ. ഇപ്പൊ സ്ത്രീ സർവസഹയാണ്. ഓക്കെ, കുറച്ചുകൂടെ ക്ഷമിക്കാൻ ശക്തിയുള്ളത് സ്ത്രീക്കാണ് അല്ലെ. അപ്പൊ ഈക്വൽ റൈറ്റ് ഒന്നും അവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു സാധാരണ ഒരു ഫാമിലിയിലാണെങ്കിൽ സ്ത്രീകൾ കുറച്ച് ഭക്ഷണമേ കഴിക്കുള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ അറിയാം അല്ലെ. ഇപ്പൊ ഫുഡൊക്കെ എന്തെങ്കിലും തികയുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ അമ്മമാര് കഴിക്കാതിരിക്കാന്നുള്ളതാണ്. അപ്പൊ അതെന്താണ്, ഓക്കെ, എല്ലാം സഹിക്കുന്നവളാണ്. ഇപ്പൊ വിശപ്പ് സഹിക്കാൻ കഴിവുണ്ട്, അതുപോലെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി കഴിവുണ്ട്, ഓക്കെ, എല്ലാ കാര്യങ്ങളും അതുപോലെ ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാ രീതിയിലും സ്ത്രീനെ അങ്ങനെ കാണുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മൾക്ക് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ പ്രോപ്പർട്ടി ആയിക്കോട്ടെ, പ്രോപ്പർട്ടിയിലൊന്നും എല്ലാം നമ്മൾ ഡിപ്പെൻഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിലും നമ്മൾക്ക് അവകാശങ്ങളില്ല. പക്ഷെ പുരുഷന്മാർ എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് ആണ്. അവർക്ക് ഒരുപാട് കൾച്ചറലി സാങ്ഷൻഡ് ആയിട്ടുള്ള റൈറ്റുകൾ നമുക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. അതുപോലെ സ്ത്രീകളെ നമ്മൾ ട്രിപ്പിൾ റോളിൽ നമ്മൾ സൊസൈറ്റിയിൽ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ആദ്യത്താണ് റീപ്രൊഡക്റ്റീവ് റോൾ എന്ന് പറയുന്നത്. അതായത് റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനത്തിന്റെ റോള്. കുട്ടികളാണ് എന്താണ് പ്രസവിക്കുന്നത്, സ്ത്രീകളാണ് പ്രസവിക്കുന്നത്, കുട്ടികളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ റീപ്രൊഡക്റ്റീവ് റോള് സ്ത്രീകൾക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റീവ് റോൾ ഉണ്ട്. ബാക്കിയുള്ള എന്താണ് ഇൻകം ഏണിങ്ങിന് ഹെൽപ്പ് ചെയ്യുക, അതുപോലെ റൂറൽ ഏരിയയിലാണെങ്കിൽ അഗ്രികൾച്ചർ ലേബറിന് ഹെൽപ്പ് ചെയ്യുക, അർബൻ ആണെങ്കിൽ കൂടുതലായിട്ടും ഇൻഫോർമൽ സെക്ടറിൽ ചെയ്യുക, അതുമില്ലാതെ വീട്ടിലെ ജോലികൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തത് കമ്മ്യൂണിറ്റി മാനേജിങ് റോളാണെങ്കിലോ, അതായത് കളക്റ്റീവ് ആയിട്ടുള്ള നീഡ്സിന്, ഇപ്പൊ വാട്ടർ ആയിക്കോട്ടെ, ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങൾ, ബാക്കിയുള്ള കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ റീപ്രൊഡക്റ്റീവ് റോള് സ്ത്രീകൾ ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റീവ് റോള് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിറ്റി റോളും സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. 3 രീതിയിൽ സ്ത്രീകളുടെ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ തരംതിരിക്കുന്നുണ്ട്. ഇനി സ്ത്രീകളുടെ ജോലി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾക്ക് എത്ര ജോലി ചെയ്താലും സ്ത്രീകളുടെ ജോലി കാണാൻ പറ്റില്ല എന്നുള്ളത് എപ്പോഴും ഇൻവിസിബിൾ ആണ് അല്ലെ. അപ്പൊ റീപ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മൾ പ്രത്യുൽപാദനം എന്ന് പറയുന്നത് വെറുതെ ഒരു ബയോളജിക്കൽ കാര്യമാണ്. അത് നാച്ചുറൽ ആണെന്ന് കാണുന്നവരാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളത്. പക്ഷെ അതും ഒരു ജോലിയാണ്, അതും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ജോലിയാണ്. അതും കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീകളുടെ ഇതിനെ വെച്ച് നോക്കുമ്പോ എന്താണ്, പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ അതും ഒരു ജോലിയാണ് എന്ന രീതിയിൽ അതിനെ നമ്മൾ ആരും കാണുന്നില്ല. അത് നാച്ചുറൽ ആണ്, ബയോളജിക്കലി നടക്കുന്ന കാര്യമാണെന്നാണ് ഇപ്പൊ സൊസൈറ്റിയിൽ കാണുന്നത് അല്ലെ. അതിന് എന്താണ് ആ ഒരു നല്ലൊരു രീതിയിൽ സൊസൈറ്റിയിൽ വേണ്ടത്ര രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലൊക്കെ നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്കാണ് ഇപ്പൊ ലീഡർഷിപ്പ് റോൾസും കൂടുതൽ പ്രസ്റ്റീജ് ഉള്ള ജോലിയൊക്കെ പുരുഷന്മാർക്കാണ് ഉള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അൺപെയ്ഡ് ആയിട്ടുള്ള റോളുകളാണ് സൊസൈറ്റിയിൽ കൂടുതലായിട്ടും ചെയ്യുന്നത് അല്ലെ. അപ്പൊ ജെൻഡർ ബേസ്ഡ് ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു സെപ്പറേഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ സ്ത്രീകൾ ഒരുപാട് സബോർഡിനേറ്റഡ് ആയിട്ട് അവർ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണുള്ളത് അല്ലെ. അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് ഈ ഒരു ഫാൾ സെപ്പറേഷനെ ചലഞ്ച് ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ പ്രൊഡക്റ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് വർക്ക് എന്നുള്ള രീതിയിൽ. ഓക്കെ, വുമൻസ് റീപ്രൊഡക്റ്റീവ് വർക്ക് ഈസ് ഓൾസോ പ്രൊഡക്റ്റീവ് ബിക്കോസ് ഇറ്റ്സ് ക്രിയേറ്റ്സ് ആൻഡ് മെയിൻറ്റെയിൻ ദ ലേബർ ഫോഴ്സ് എന്നാണ് പറയുന്നത്. അതായത് സ്ത്രീകളുടെ ഈ ഒരു റീപ്രൊഡക്ഷനും എന്താണ്, ഒരു പ്രൊഡക്റ്റീവ് ജോലി തന്നെയാണ്. അതും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം സ്ത്രീകൾ എന്താ ചെയ്യുന്നത്, പുതിയൊരു ലേബർ ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള എന്താ പറയാ, ജോലികള് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് വേണം. റിസോഴ്സസ് ഒക്കെ ഉണ്ടാക്കാൻ ലേബർ ഫോഴ്സ് വേണം അല്ലെ. റീപ്രൊഡക്ഷനിലൂടെ ലേബർ ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അതും റീപ്രൊഡക്ഷനും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ എന്താണ്, റൈസ് ഓഫ് ക്യാഷ് എക്കോണമി കട്ട് ഓഫ് ഫ്രം ദർ ട്രഡീഷണൽ റോൾസ് ആസ് ഫാമേഴ്സ്, traders and craft workers. This led to the domestication of women as housewife, reducing their autonomy എന്ന് പറഞ്ഞത്. ഹൗസ് വൈഫ് റോൾ ഈസ് അൺപെയ്ഡ് ആൻഡ് അണ്ടർവാല്യൂഡ്. ഓക്കെ, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ സമയത്തൊക്കെ ഇതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് വുമൺ, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നു. ട്രഡീഷണൽ റോളിൽ നിന്നൊക്കെ മാറിയിട്ട് ഫാമേഴ്സും എന്താ പറയാ, ട്രേഡേഴ്സും എന്താണ് ക്രാഫ്റ്റ് വർക്കേഴ്സും ആ ഒരു കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ എന്താ പറയുന്നതെന്ന് വെച്ചാല്
സ്ത്രീകൾ ഹൗസ് വൈഫ് റോളുകൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഹൗസ് വൈഫ് എന്ന് പറയുന്നത് വീട്ടിൽ ഒരുപാട് പണികളുണ്ട്. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ ജോലി ഒരിക്കലും എന്താ പറയാ നല്ല രീതിയിൽ സൊസൈറ്റിയിൽ കണ്ടില്ല എന്നുള്ളതാണ്. സ്ത്രീകളുടെ ജോലി അൺപെയ്ഡ്, അതുപോലെ അണ്ടർ വാല്യൂ ഇല്ലാത്തതായിട്ടൊക്കെ സൊസൈറ്റിയിൽ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അങ്ങനെയല്ല. സൊസൈറ്റിയിൽ സ്ത്രീകളുടെ ജോലി അൺപെയ്ഡും അണ്ടർ വാല്യൂ ആയിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇപ്പോഴും നമുക്ക് ഉള്ളതെന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ സ്ത്രീകൾ എന്ന് പറയുന്നത് അവർക്ക് അത്ര ലോ സ്കിൽഡ് ജോബും അതുപോലെ ലോ പെയ്ഡ് ജോബൊക്കെ സ്ത്രീകൾ അധികം എടുക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ എന്താണ് പുരുഷന്മാരൊക്കെ ഹൈ സ്റ്റാറ്റസും ഹൈ പ്രസ്റ്റീജസും ഒക്കെ ഉള്ള ജോലികൾ ചൂസ് ചെയ്തത്. അപ്പൊ സ്ത്രീകൾക്ക് അത്ര ലോ സ്കിൽഡും ലോ പെയ്ഡ് ജോബ്സ് ഒക്കെ അവർക്ക് കൂടുതലായിട്ടും അവർ ചെയ്തു തുടങ്ങി. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷനും പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഇൻസെക്യൂരിറ്റീസിലൂടെ അവർ കടന്നുപോയി. ഒരുപാട് ചൂഷണങ്ങളും ഹരാസ്മെന്റ് ഒക്കെ വന്നു. അതുപോലെ തന്നെ ഹൗസ് വൈഫിക്കേഷൻ എന്ന് പറയുന്നത്, ഹൗസ് വൈഫിക്കേഷൻ എന്താണ്? ഇപ്പൊ നമ്മൾ ഹൗസ് വൈഫ് ആണെന്ന് പറയുന്നത് എന്താണ്? അതൊരു ജോലിയല്ല അല്ലെ? അതെന്താണ്? അത് ഇനീക്വാലിറ്റീനെ കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഹൗസ് വൈഫ് ആണെന്ന് പറഞ്ഞിട്ട് അതിനെ നോർമലൈസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഹൗസ് വൈഫ് ആണെങ്കിലും അവർ ഒരുപാട് സാക്രിഫൈസുകൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് എന്താണ് നാച്ചുറൽ ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ത്രീകളാണ് പലരും ഉള്ളത്. പക്ഷെ അത് നാച്ചുറൽ അല്ല. അതിന് ഒരുപാട് ലിമിറ്റുകൾ ഉണ്ട്. ആവശ്യമുള്ള കാര്യങ്ങൾ റെസിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഹൗസ് വൈഫിക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഹൗസ് വൈഫ് അല്ലേ, അത് നോർമൽ അല്ലേ, അവർക്ക് ഇൻകം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവർ എക്കോണമിക്കലി കോൺട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയല്ല. അപ്പൊ അത് നോർമൽ അല്ല, അത് നാച്ചുറൽ അല്ല. അവിടെ മാറ്റങ്ങൾ വരേണ്ടതായിട്ടുള്ള സമയങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് ജെൻഡർ നീഡ്സ് ഉണ്ട്. ഇപ്പൊ ഡെവലപ്മെന്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള റോളുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള നീഡാണ് സൊസൈറ്റിയിൽ ഉള്ളത് അല്ലെ? അപ്പൊ സ്ത്രീകളും പുരുഷന്മാരും എന്ന് പറയുമ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്നത് എന്താണ്? ബയോളജിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ് അല്ലെ? ഓക്കെ. സ്ത്രീകളും പുരുഷന്മാരും ബയോളജിക്കലി ഡിഫറെന്റ് ആണ്. അപ്പം ജെൻഡർ ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, അതും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ കൺസേൺ ഷേപ്ഡ് ബൈ വുമൻസ് സോഷ്യൽ പൊസിഷൻ, ക്ലാസ്, എത്തനിസിറ്റി, റിലീജിയൻ, സോഷ്യോ എക്കോണമിക് കോണ്ടെക്സ്റ്റ്. അപ്പൊ ഒരാളുടെ ജെൻഡർ എന്ന് പറയുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ അഫക്ട് ചെയ്തിട്ടിരിക്കും. അതുപോലെ തന്നെ എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെയുള്ള ആവശ്യങ്ങളല്ല ഉള്ളത്. പല സ്ത്രീകൾക്കും പലതരത്തിലുള്ള ആവശ്യങ്ങളാണുള്ളത്. അപ്പൊ ഒരു സ്ത്രീയുടെ ആവശ്യം കേട്ടിട്ട് എല്ലാവർക്കും ഇതേ ആവശ്യങ്ങൾ തന്നെയാണെന്ന് നമുക്ക് ഒരു അസംഷൻ വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ പ്രാക്ടിക്കൽ വേഴ്സസ് സ്ട്രാറ്റജിക് ജെൻഡർ നീഡ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് അക്കോർഡിംഗ് ടു മാക്സൈൻ മോളിനക്സ് ആണ് ഈ ഒരു ആൻഡ് കരോളിൻ മോസർ ആണ് ഈ ഒരു പ്രാക്ടിക്കൽ വേഴ്സസ് സ്ട്രാറ്റജിക് ജെൻഡർ നീഡ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അവരുടെ ഒപ്പീനിയനില് പ്രാക്ടിക്കൽ ജെൻഡർ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? These are the needs that arise from women's existing roles in society. These are immediate and practical in nature, focused on improving current living condition without challenging the underlying gender inequalities. Examples include providing clean water, health care, or employment opportunities to make women's existing task easier. അതായത് സ്ത്രീകളുടെ ജെൻഡർ നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ. സ്ത്രീകളുടെ ജെൻഡർ നീഡ്സ് എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു കറന്റ് ആയിട്ടുള്ള ഇപ്പൊ ഇരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നിന്ന് കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ കൊണ്ടുവരിക, അതുപോലെ ഈ ഒരു ഇനീക്വാലിറ്റി മാറ്റുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി അവരുടെ ജെൻഡർ നീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ക്ലീൻ വാട്ടർ, ഹെൽത്ത് കെയർ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ അവരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് ഈസി ആക്കുക. ഓക്കെ. ഇപ്പൊ ക്ലീൻ വാട്ടർ അല്ല എന്നുണ്ടെങ്കിൽ ആർക്കാ പണി? സ്ത്രീകൾക്കാണ് അവിടെ പണി കൂടുതൽ. അവർ ക്ലീൻ വാട്ടർ ഉള്ള സ്ഥലം അന്വേഷിച്ചു പോകേണ്ടി വരും അല്ലെ? ഇപ്പൊ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ എന്താണ്? വീട്ടിലെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നാല് കൂടുതൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക ആരാണ്? കൂടുതലും സ്ത്രീകളാണ് കൊണ്ടുപോവുക. കാരണം എന്താണ്? പുരുഷന്മാര് അത്രയും ബോധേഡും അല്ല, പിന്നെ അവർക്ക് വേറെ ജോലികൾ ഉണ്ടാവും, വേറെ ജോലിക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ടാവും. അപ്പം എന്താണ് ഈ ഒരു ഹെൽത്ത് കെയർ ഒക്കെ സ്ത്രീകളാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം സ്ത്രീകളുടെ പ്രാക്ടിക്കൽ ജെൻഡർ നീഡ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ, ക്ലീൻ വാട്ടർ, ഹെൽത്ത് കെയർ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ കറന്റ് സർക്കംസ്റ്റാൻസസ്, അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഈസി ആക്കുക എന്നുള്ളതാണ്. ഇനി സ്ട്രാറ്റജിക്കലി നമ്മൾ ജെൻഡർ നീഡ്സിനെ പറ്റി പറയുമ്പോൾ എങ്ങനെയാ പറയാ?
These needs are identified from women's subordinate position to men, aim to achieve greater equality and challenge the root cause of women's subordination, such as gender division of labor, unequal power dynamics, control over resources. അപ്പൊ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്: ഈക്വൽ വേജസ്, ലീഗൽ റൈറ്റ്, പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ്. ഓക്കെ, അതായത് സ്ട്രാറ്റജിക്കലി ഇതിന്റെ പ്രാക്ടിക്കൽ നീഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് അവരുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഒരു മാറ്റം അവർക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. നമ്മൾ സ്ട്രാറ്റജിക്കലി ജെൻഡർ നീഡ്സിനെ പറയുമ്പോൾ എങ്ങനെയാ പറയാ? അവർക്ക് എന്താ പറയാ, ഈക്വാലിറ്റി വേണം, അവർക്ക് തുല്യമായിട്ടുള്ള വേതനം വേണം, തുല്യമായിട്ടുള്ള അവകാശങ്ങൾ വേണം, ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസിൽ നിന്നൊക്കെ അവർക്ക് എന്താ ചെയ്യുക, പ്രൊട്ടക്ഷൻ വേണം. അപ്പൊ ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ സൊസൈറ്റിയിൽ വേണം എന്നാണ് സ്ട്രാറ്റജിക്കലി ഉള്ള ജെൻഡർ നീഡ്സിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പൊ ആ ഒരു രീതിയിൽ പ്രാക്ടിക്കൽ വേഴ്സസ് സ്ട്രാറ്റജിക് ജെൻഡർ നീഡ് കൊണ്ടുവന്നിട്ടുള്ളത് മാക്സിൻ മോളിനോക്സ് ആൻഡ് കരോളിൻ മോസർ ആണ്. ഓക്കെ, ഇനി നമ്മള് സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിനെ ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ മാർക്സിസ്റ്റ് ആൻഡ് റാഡിക്കൽ ഫെമിനിസ്റ്റ് വ്യൂ ഉണ്ട് അല്ലെ. അപ്പൊ അവരെന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ട്രഡീഷണൽ ഡെവലപ്മെന്റ് അപ്രോച്ചും കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. അപ്പൊ ജെൻഡർ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം അല്ല. ഓക്കെ, അതൊരു ഡീപ്ലി ഒരു സിസ്റ്റമാറ്റിക് ഇഷ്യൂ ആണ് അല്ലെ. ഒരുപാട് ഇഷ്യൂസ് നമ്മൾക്ക് സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതുപോലെ റിസോഴ്സസിന് കുറച്ച് റിസോഴ്സസേ ഉള്ളൂ, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ കോമ്പറ്റീഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ചേഞ്ചുകൾ വേണം, മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യത്തിലൊന്നും മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ പറ്റില്ല. മൈനർ ആയിട്ടുള്ള റിഫോംസ് മാറ്റം കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ തന്നെ സൊസൈറ്റി ചേഞ്ച് ആവേണ്ടതുണ്ടെന്നുള്ളതാണ് സ്ട്രക്ചറൽ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. സൊസൈറ്റിയിൽ മൊത്തത്തിൽ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് നമുക്ക് സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ് നമ്മളുടെ സ്ട്രക്ചറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത്. അതായത് ചെറിയൊരു ഭാഗം മാത്രം ചേഞ്ച് ആവാതെ. ഇനി മാർക്സിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ്? വുമൺ ഇൻ ഡെവലപ്മെന്റ് അപ്രോച്ച് ആണ്. അതായത് ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റിൽ എന്താണ്? മാർജിനലൈസ്ഡ് വുമൺ, സ്ത്രീകള് മാർജിനലൈസ്ഡ് ആയിരുന്നു അല്ലെ. അതായത് ഒരുപാട് സെക്ഷൽ ഇനീക്വാലിറ്റീസും ക്ലാസ് ഇനീക്വാലിറ്റീസും ഒക്കെ സ്ത്രീകൾ നേരിട്ടുണ്ടായിരുന്നു. നമ്മൾ മാർക്സിസ്റ്റ് വ്യൂവിൽ കാൾ മാർക്സ് ഒക്കെ ഈ ഒരു കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ എന്താണ്, കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് മാർക്സിസ്റ്റ് വ്യൂവിൽ നോക്കുമ്പോൾ സ്ത്രീകൾ ഒരുപാട് ഇനീക്വാലിറ്റീസ് നേരിട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സബോർഡിനേറ്റഡ് ആയിരുന്നല്ലേ സ്ത്രീകൾക്ക്. ഒരു സൊസൈറ്റിയിൽ മുതലാളിത്തത്തിലൊന്നും സ്ത്രീകൾക്ക് വേണ്ടത്ര രീതിയിലുള്ള പ്രാധാന്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഒരുപാട് ഒപ്രഷനിലൂടെയും കടന്നുപോയി. അതുപോലെ പുരുഷന്മാർക്കായിരുന്നു ഡോമിനേഷൻ, അവരുടെ ഒരു ആധിപത്യമായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ ഡിപ്പെൻഡൻസി തിയറിയിൽ എന്താണ് പറയുന്നത്? എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഫസ്റ്റ് വേൾഡ് അതുപോലെ തന്നെ തേർഡ് വേൾഡിലേക്കൊക്കെ വരുമ്പോൾ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് പറയാനുണ്ട് അല്ലെ. അതായത് നമ്മളുടെ എന്താണ്, ഇറ്റ് പോയിസ് ദ പ്രീ ക്യാപിറ്റലിസ്റ്റ് സ്ട്രക്ചർ സച്ച് എസ് ദ ഫാമിലി സബ്സിഡൈസ് ക്യാപിറ്റൽ അക്യുമുലേഷൻ, വുമൻസ് unpaid labor and their roles as homemakers provided a cost-free workforce, the benefit ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം എന്നാണ് അവർ പറയുന്നത്. അതായത് സ്ത്രീകൾ എന്ന് പറയുന്നത് എന്നും ഡിപ്പെൻഡഡ് ആയിക്കൊണ്ട് നിൽക്കേണ്ടി വരികയാണ്. അപ്പൊ സ്ത്രീകൾ എന്ത് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും അത് അൺപെയ്ഡ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത് അല്ലെ. അൺപെയ്ഡ് ആയിട്ട് കണ്ടിരുന്നു. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് ഒരുപാട് ഇനീക്വാലിറ്റീസ് നേരിട്ടുണ്ടായിരുന്നു, ഒരുപാട് എക്സ്പ്ലോയിറ്റേഷനിലൂടെ ഒക്കെ കടന്നുപോയി. അപ്പൊ സ്ത്രീകളിലേക്ക് എന്താണ്, ഇതൊരു ഫ്രസ്ട്രേഷൻ അവരെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഡിപ്പെൻഡൻസി തിയറി പറയുന്ന സമയത്ത് എന്താണ്, ഒരുപാട് ഇംബാലൻസ് അവർക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് അല്ലെ. ഐഡിയാസ് ബൈ കണക്ടിങ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വുമൺ ടു ഗ്ലോബൽ പവർ ഇംബാലൻസ്. എന്താണ് അത് ആർഗ്യൂ ചെയ്യുന്നത്? ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് വേൾഡ് ആൻഡ് തേർഡ് വേൾഡ് നാഷണൽ ക്രിയേറ്റ് ഡിപ്പെൻഡൻസി ദാറ്റ് ഹാംസ് വുമൺ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുന്നു. അതായത് ഫസ്റ്റ് വേൾഡിലുള്ള ആളുകൾ, അതായത് മെട്രോപൊളിറ്റൻ ആയിട്ടുള്ള കൺട്രികള് തേർഡ് വേൾഡിലുള്ള, അതായത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെ എന്ത് ചെയ്തു? ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഈ ഒരു ഫസ്റ്റ് വേൾഡിലുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നു. അതായത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, ഇപ്പൊ അമേരിക്ക പോലുള്ള വലിയ വലിയ വൻകിട രാജ്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്പെൻഡൻസി നമ്മളുടെ സ്ത്രീകളെയും ബാധിച്ചിരുന്നു, ഈ ഒരു ഇന്ത്യ പോലുള്ള രാജ്യത്തുള്ള സ്ത്രീകളെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, റാഡിക്കൽ പെർസ്പെക്റ്റീവില്, നമ്മളുടെ റാഡിക്കൽ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ മരിയ മെൽസ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് ഈ എന്താണ്, ജെൻഡർ ആണ്, ഈ ഒരു ജെൻഡർ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രൈമറി കോൺട്രഡിക്ഷൻ, ഈ ഒരു ഇത്രയും വലിയൊരു ഇഷ്യൂ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത്.
ക്ലാസ് മാത്രമല്ല, അതായത് പാട്രിയാർക്കി, ഈ ഒരു പുരുഷാധിപത്യമുള്ള ഒരു സൊസൈറ്റി ഉള്ളതുകൊണ്ട് വലിയ രീതിയിലുള്ള ഇഷ്യൂ ആണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത്. പുരുഷന്മാർക്ക് ഡോമിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്യൂസ് സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുകയാണ് അല്ലെ. അതായത് ക്യാപിറ്റലിസം, മുതലാളിത്തം മാത്രമല്ല, ക്ലാസ് മാത്രമല്ല, ഈ ഒരു പാട്രിയാർക്കിയൽ സിസ്റ്റമാണ് ഈ ഒരു സ്ത്രീകളുടെ പ്രശ്നങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോർ ആയിട്ടുള്ള ഒരു ഒപ്രഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം മൈൽസ് ബിലീവ് ചെയ്യുന്നുണ്ട്, മെൻസ് റിലേഷൻഷിപ്പ് വിത്ത് നേച്ചർ ഹാസ് ഓൾവേസ് ബീൻ വൺ ഓഫ് predation. She sees capitalism as a modern extension of an ancient patriarchal system. She introduced the concept of housewifeification, which she links to colonization. She argued that men have historically treated women as their first colony, appropriating their labor and bodies just as colonial power exploited foreign lands. അപ്പൊ ഇത് മരിയ മൈൽസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഹൗസ് വൈഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഹൗസ് വൈഫിക്കേഷൻ, കോളണൈസേഷൻ രണ്ടും എന്താണ്, ഒരേപോലെയുള്ള കോൺസെപ്റ്റ് ആണ്. കോളണൈസേഷൻ എന്താണ്, നമ്മൾ വേറൊരാളുടെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുപോലെയാണ് ഈ ഒരു ഹൗസ് വൈഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടേമും യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് കോളനി ആയിരുന്നു. അതായത് ആളുകൾക്ക് ബാക്കിയുള്ള എന്തായിരുന്നു, ആരാലായിരുന്നു അടിച്ചമർത്തപ്പെട്ടിരുന്നത്? പുരുഷന്മാരാൽ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള, ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളായിരുന്നു സ്ത്രീകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ മൈസിന്റെ വ്യൂ എന്ന് പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള കാൾ മാർക്സിന്റെ വ്യൂ എന്നൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ എന്താണ് അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത്, അപ്പൊ മെൻ എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാത്രമല്ല. ഓക്കെ, എന്താണ്, ഒരുപാട് ഒപ്രഷൻസിലൂടെ നേരിടുന്ന ഒരുപാട് ഒപ്രഷൻസ്, അതുപോലെ ഒരുപാട് വയലൻസ്, സ്ത്രീകൾക്കെതിരെയൊക്കെ ഒരുപാട് വയലൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാട്രിയാർക്കൽ സിസ്റ്റം മാറുക എന്നുള്ളതാണ്. ഈ ഒരു പുരുഷാധിപത്യമുള്ള ഈ ഒരു സൊസൈറ്റി മാറിയാൽ മാത്രമേ ഈ ഒരു ഇഷ്യൂ മാറൂ എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ജെൻഡർ റിലേഷൻ ഫ്രെയിംവർക്ക് ഉണ്ട്. അതായത് സ്ത്രീകളെ പറ്റിയിട്ട് പഠിക്കുന്ന സമയത്ത്, സ്ത്രീകളെ പറ്റി മനസ്സിലാക്കുന്ന സമയത്ത്, ഡെവലപ്മെന്റ് മനസ്സിലാക്കുന്ന സമയത്ത് ഈ ഒരു മോണോലത്തിക് അപ്രോച്ച് അല്ലെങ്കിൽ ഈ ഒരു വൺ സൈസ് ഫിറ്റ്സ് ഒരേ രീതിയിലുള്ള അപ്രോച്ച് മാത്രം നമ്മൾക്ക് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല അല്ലെ. പലതരത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പല പല രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു സോഷ്യൽ റിലേഷൻ ഓഫ് എന്താണ് ജെൻഡർ റിലേഷൻ ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരേ സൈഡിൽ മാത്രം നമ്മൾ നോക്കാതെ എല്ലാ രീതിയിലും നമ്മൾ അവരുടെ ഇഷ്യൂസിനെ പറ്റി പഠിക്കുക, നല്ല രീതിയിൽ ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് നമ്മൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ബയോളജിക്കൽ ഡിറ്റർമിനിസത്തിന് ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ സ്ത്രീകളും പുരുഷന്മാരും ഓഫ് കോഴ്സ് ഡിഫറെന്റ് ആണ്, അവരുടെ സോഷ്യൽ റോൾസ്, ബിഹേവിയർ ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ജെൻഡറിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ജെൻഡറിനെ പറ്റി മാത്രം മനസ്സിലാക്കിയാൽ പോരാ അല്ലെ. പിന്നെന്താണ്, അവരുടെ ക്ലാസ്, റേസ്, എത്നിസിറ്റി, അതുപോലെ തന്നെ റിലീജിയൻ, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ജെൻഡറിന്റെ എന്താണ് പെർവേസീവ് നാച്ചർ ടു ജെൻഡർ എന്നാണ്. ജെൻഡർ എന്താണ്, പെർവേസീവ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ ജെൻഡറിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡെവലപ്മെന്റ് വേണം, എല്ലാ ജെൻഡറും ഒരുപോലെയുള്ള നല്ല രീതിയിലുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാത്രം മനസ്സിലാക്കാതെ എല്ലാ സൈഡിൽ നിന്നും സൊസൈറ്റീനെ മനസ്സിലാക്കുക. എല്ലാ ആസ്പെക്റ്റിൽ നിന്നും നമ്മൾ സൊസൈറ്റീനെ മനസ്സിലാക്കിയാൽ മാത്രമേ അവിടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുള്ളതാണ്. അതുപോലെ തന്നെ വുമൺ എംപവർമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഡെവലപ്മെന്റ്, നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവരിക. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, വുമൺ അവരുടെ പാർട്ടിസിപ്പേഷൻ, എക്കോണമിയിലായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ എംപവർമെന്റിനെ പറ്റി പറയുന്ന സമയത്ത് ലിങ്ക് ടു ഡിഫറെന്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പവർ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കോവേഴ്സീവ് ആയിട്ടുള്ള പവറും ഉണ്ട്, പവർ ടു ജനറേറ്റീവ് എംപവറിംഗ് ഫോം ഓഫ് പവർ, ദ എബിലിറ്റി ടു റെസിസ്റ്റ് ഇൻഫ്ലുവൻസ് എന്നും പറയുന്നുണ്ട്. അതായത് പവറിനെ രണ്ട് രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, പവർ ഓവർ ആൻഡ് പവർ ടു. പവർ ഓവർ എന്ന് പറയുമ്പോൾ എന്താണ്, കോവേഴ്സീവ് ആയിട്ടുള്ള ഒരു ഡോമിനേറ്റ് ചെയ്യാനുള്ള പവർ അല്ലെ. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവറിനെയാണ് പവർ ഓവർ എന്ന് പറയുന്നത്. പവർ ടു എന്താണ്, ജനറേറ്റീവ് ആയിട്ടുള്ള എന്താണ്, ഒരു തടയാനുള്ള, റെസിസ്റ്റ് ചെയ്യാനുള്ള, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു പവറിനെയാണ് പവർ ടു എന്ന് പറയുന്നത്. അപ്പോൾ ഈ എന്താണ്, രണ്ട് രീതിയിലുള്ള ഒരു പവർ ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെന്താണ്, ഈ ഒരു എംപവർമെന്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് എംപവർമെന്റ് എന്ന് പറയുന്നത് എന്താണ്,
നമ്മൾ ബ്രോഡർ ആണ് അല്ലേ, വെറുതെ ഒരു മാർക്കറ്റിനെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ ആക്സസ് ചെയ്യൽ മാത്രമല്ല, സ്ത്രീകൾക്ക് എന്താണ് അവരുടെ അവകാശങ്ങളെ പറ്റി അവർ മനസ്സിലാക്കുക, അവരുടെ ഇൻട്രസ്റ്റിനെ പറ്റിയിട്ട് അവർ മനസ്സിലാക്കുക, അതുപോലെ തന്നെ എന്താണ് അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അവർ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നേരിടുന്ന ഒപ്രഷനുകളെയൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡെവലപ്മെന്റിനെ എസ്പെഷ്യലി നമ്മൾ സ്ത്രീകൾക്കെതിരെയുള്ള ഇഷ്യൂസ്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ മൊത്തത്തിൽ ഒരു നല്ല രീതിയിലുള്ള ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ഒരു സൊസൈറ്റിയിൽ കൊണ്ടുവരാം, അതിനെന്തൊക്കെ ഘടകങ്ങൾ വേണം, അതുപോലെ ഒരുപാട് സോഷ്യോളജിസ്റ്റുകളുടെ പെർസ്പെക്റ്റീവുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.